നാമത്തെ സ്തുതിക്കുവാൻ, ആ നാമത്തിൽ ഹല്ലേലൂയ നമ്മുടെ ഉള്ളിൽ പകർന്നിരിക്കുന്ന നിത്യജീവനായി കർത്താവിനെ സ്തുതിക്കാം. ഹല്ലേലൂയ. ഉള്ളിൽ പകർന്നിരിക്കുന്ന പരിശുദ്ധാത്മാവിനായി കർത്താവിന് നന്ദി പറയാം. നിത്യരക്ഷയ്ക്കായി നന്ദി പറയാം. സമാധാനത്തിനായി നന്ദി പറയാം. ദൈവം നൽകിയിരിക്കുന്ന ഹല്ലേലൂയ എല്ലാ അനുഗ്രഹങ്ങൾക്കായി കർത്താവിന് നന്ദി പറയാം. ഹല്ലേലൂയ. സ്തോത്രം, 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 സ്തോത്രം. അനുഗ്രഹിക്കപ്പെട്ട കൂടിവരവനായി കർത്താവിന് നന്ദി പറയാം. ഹല്ലേലൂയ. ദൈവമേ ഹല്ലേലൂയ. വി പ്രൈസ് യു ലോർഡ്, വി പ്രൈസ് യു ലോർഡ്. ദൈവമേ, ഞങ്ങൾ ഞങ്ങളുടെ നാമത്തെ ഉയർത്തുന്നു. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. വി പ്രൈസ് യു, വി പ്രൈസ് യു, വി പ്രൈസ് യു, വി പ്രൈസ് യു, വി പ്രൈസ് യു. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. Praise you Lord, 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 praise you Lord. സ്വാതന്ത്ര്യത്തോടെ ദൈവസന്നിധിയിൽ കടന്നു വരുവാൻ ദൈവം നമ്മെ സഹായിച്ചല്ലോ. കഴിഞ്ഞ ദിവസങ്ങളൊക്കെയും സ്വാതന്ത്ര്യമില്ലാതെ ജയിലിലും മറ്റും അടയ്ക്കപ്പെട്ടിരിക്കുന്ന ദേവദാസന്മാർക്ക് വേണ്ടി നമ്മൾ പ്രാർത്ഥിച്ചു. പ്രാർത്ഥിക്കുമ്പോൾ തന്നെ നമ്മൾ ഒരു കാര്യം ഓർക്കണം, നമ്മൾ സ്വാതന്ത്ര്യത്തോടെ ദൈവസന്നിധിയിലായിരിക്കുക. എത്രയോ അധികം നാം ദൈവത്തെ മഹത്വപ്പെടുത്തുവാൻ കടപ്പെട്ടിരിക്കുന്നു. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ദൈവം നമുക്ക് നൽകിയിരിക്കുന്ന സ്വാതന്ത്ര്യത്തെ ഓർത്ത് കർത്താവിന് നന്ദി പറയാം. ഹല്ലേലൂയ. വി പ്രൈസ് യു, 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 വി പ്രൈസ് യു. ഈ സ്വാതന്ത്ര്യം ഉപയോഗിച്ചുകൊണ്ട് കർത്താവിനെ അധികം മഹത്വപ്പെടുത്തുവാൻ നമ്മെ അവൻ വിളിക്കുന്നു. ഇന്ന് രാവിലെയും ദൈവസന്നിധിയിലായിരിക്കുമ്പോൾ നമുക്കത് ചെയ്യാം. ഉള്ളു തുറന്ന് ഹല്ലേലൂയ, ആരുടെയും പ്രേരണ കൂടാതെ നന്ദിയുള്ള ഹൃദയവുമായി കർത്താവിൻ്റെ നാമത്തെ നമുക്ക് ഉയർത്താം. ഹല്ലേലൂയ. Praise you, 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 praise you. ഞങ്ങൾ അങ്ങയെ സ്തുതിക്കുന്നു, അങ്ങയെ സ്തുതിക്കുന്നു, അങ്ങയെ സ്തുതിക്കുന്നു, അങ്ങയെ സ്തുതിക്കുന്നു, അങ്ങയെ സ്തുതിക്കുന്നു. അങ്ങയുടെ നാമത്തെ ഞങ്ങൾ ഉയർത്തുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ. കണ്ണിനെ കണ്ണുനീരിൽ നിന്നും കാലിനെ വീഴ്ചയിൽ നിന്നും പ്രാണനെ മരണത്തിൽ നിന്നും വിടുവിച്ച് ജീവനുള്ള ഒരു ദേശത്ത് നമ്മെ നിർത്തിയിരിക്കൊണ്ട് കർത്താവിനെ നമുക്ക് സ്തുതിക്കാം. നമ്മുടെ വായിൽ തന്ന പുതിയ പാട്ടിനായി, രക്ഷയുടെ ഗാനത്തിനായി കർത്താവിനെ സ്തുതിക്കാം. ഉറപ്പുള്ള പാറമേൽ നമ്മെ നിർത്തിയതിനായി നമുക്ക് കർത്താവിന് നന്ദി പറയാം. ഹല്ലേലൂയ. ഗമനത്തെ സ്ഥിരമാക്കിയതിനാൽ കർത്താവിന് നന്ദി പറയാം. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. പ്രൈസ് യു ലോർഡ്, പ്രൈസ് യു ലോർഡ്, പ്രൈസ് യു ലോർഡ്. ഹല്ലേലൂയ. ദൈവസന്നിധിയിൽ നമ്മളായിരിക്കുമ്പോൾ നമ്മെ തന്നെ ദൈവസന്നിധിയിൽ സമർപ്പിക്കാം. കഴിഞ്ഞ ഒരാഴ്ച മുഴുവനും നമ്മുടെ ജീവിതത്തിൽ ഒരുപക്ഷെ കുറവുകൾ ഉണ്ടായിട്ടുണ്ടാവും. അതൊക്കെ ദൈവസന്നിധിയിൽ ഏറ്റുപറഞ്ഞ് ശുദ്ധീകരണം പ്രാപിച്ച് ദൈവസന്നിധിയിലേക്ക് കർത്താവിൽ മറഞ്ഞ് അവൻ്റെ സന്നിധിയിലേക്ക് നമുക്ക് കടന്നു വരാം. ഹല്ലേലൂയ. ധൈര്യത്തോടെ കൃപാസനത്തോടെ നമുക്ക് കടന്നു വരാം. അബ്ബാ പിതാവേ എന്ന് വിളിച്ചുകൊണ്ട് കടന്നു വരാം. ഹല്ലേലൂയ. രാവിലെ നടക്കുന്ന എല്ലാ ശുശ്രൂഷകളെയും ദൈവസന്നിധിയിൽ നമുക്ക് ഏൽപ്പിച്ച് പ്രാർത്ഥിക്കാം. ദൈവദാസന്മാരെ ശുശ്രൂഷിപ്പാൻ കർത്താവ് ബലപ്പെടുത്തട്ടെ. കർത്താവിൻ്റെ ദാസനിലൂടെ കർത്താവിൻ്റെ ആത്മാവ് നമ്മോട് സംസാരിക്കട്ടെ. തുടർന്നുള്ള ശുശ്രൂഷകളെയും ദൈവസന്നിധിയിൽ നമ്മളായിരിക്കുമ്പോൾ ഏകാഗ്രതയോട് ദൈവസന്നിധിയിൽ നമ്മെ തന്നെ ഏൽപ്പിച്ചുകൊണ്ട് സഹോദരന്മാർ നടുവിൽ നിന്ന് ഒരാൾക്കും ശബ്ദമുയർത്തി ചുരുക്കം വാചകങ്ങളിൽ ആരാധനയെ മാത്രം വഹിച്ചുകൊണ്ട് പ്രാർത്ഥിക്കാം. പ്രൈസ് ദി ലോർഡ്. താങ്ക് യു ലോർഡ്, താങ്ക് യു ലോർഡ്. ഹല്ലേലൂയ. സ്തോത്രം, 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 സ്തോത്രം. ഹല്ലേലൂയ, ഹല്ലേലൂയ. താങ്ക് യു ലോർഡ്. സ്തോത്രം, 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 സ്തോത്രം. ഹല്ലേലൂയ. സ്തോത്രം, 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 സ്തോത്രം. താങ്ക് യു ലോർഡ്, താങ്ക് യു ലോർഡ്. ഹല്ലേലൂയ. യെസ് ലോർഡ്. ഹല്ലേലൂയ. സ്തോത്രം. യെസ് ലോർഡ്. ഹല്ലേലൂയ. ഹല്ലേലൂയ. സ്തോത്രം, 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 സ്തോത്രം. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. സ്തോത്രം, 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 സ്തോത്രം. Praise the Lord.
സ്തോത്രം, സ്തോത്രം. ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്. സ്തോത്രം, 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 സ്തോത്രം. കർത്താവേ, ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്. പ്രൈസ് ദി ലോർഡ്. പ്രൈസ് ദി ലോർഡ്. സ്തോത്രം, സ്തോത്രം, സ്തോത്രം. ആമേൻ, ആമേൻ, ആമേൻ. കർത്താവേ, we praise you, we praise you, we praise you, we praise you, we praise you. ഹല്ലേലൂയ. സ്തോത്രം, 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 സ്തോത്രം. കഴിഞ്ഞ ആഴ്ചയിൽ നിങ്ങളെ കരുതിയ സ്നേഹത്തെ നന്ദിയോടെ ഹല്ലേലൂയ. ഓരോ ദിവസവും ഈ ജീവിതയാത്രയിൽ നിങ്ങൾക്ക് തരുന്ന ഓരോ അവസരവും അനുഭവം തിരുവനന്തപുരത്തിൻ്റെ വീഴ്ചയ്ക്കായി ജീവിപ്പാൻ ഈ നടത്തുന്ന വഴികളെ നന്ദി ഹൃദയത്തോടെ ഓർക്കുവാൻ നിന്റെ സ്തുതികളാലും സ്തോത്രങ്ങളാലും സങ്കീർത്തനങ്ങളാലും സാക്ഷ്യം നിന്നെ കൂട്ടായ്മയ്ക്കായി കുട്ടിക്കൊണ്ടുവന്ന മക്കൾക്കായി നന്ദിയോട് സ്തുതിക്കുന്നു. ഒരുപാട് മക്കളിൽ നിന്ന് കരങ്ങൾ കൊണ്ടുവരാനും സന്തോഷത്തോടെ സന്തോഷത്തോടെ മടങ്ങി പോകാൻ എൻ്റെ ദാസനെ സംരക്ഷിക്കണം. എൻ്റെ ആത്മാവിനാൽ നിറയ്ക്കണമേ. നിന്റെ ആത്മാവിൽ സ്വീകരിക്കാൻ നിന്റെ വരവിനാകുന്ന സകല നന്മകൾക്ക് അനുഗ്രഹം കർത്താവായ യേശുക്രിസ്തുവിന്റെ പരിശുദ്ധനാമത്തിൽ കൃപയായി കാണുന്നു. ആമേൻ. പരിശുദ്ധനായ ദൈവമേ, അനുഗ്രഹിക്കപ്പെട്ട സമയത്തിനായി ഞങ്ങളെ സ്തുതിക്കുന്നു, വാഴ്ത്തുന്നു. കഴിഞ്ഞ 9 മാസക്കാലം ഞങ്ങളെ പരിപാലിച്ചതിനായി നന്ദി പറയുന്നു. ഈ 10ാം മാസത്തിന്റെ ആദ്യ സഭായോഗമായ സന്നിധിയിലേക്ക് ഞങ്ങൾ കടന്നു വരുന്നു. എല്ലാത്തിലുപരിയായി അതിക്രമങ്ങളാലും പാപങ്ങളാലും മരിച്ചവരായിരുന്നു ഞങ്ങളുടെ കർത്താവേ, പാപങ്ങൾ ഓർക്കാതെ ഞങ്ങളുടെ പാപത്തിന് പരിഹാരം വരുത്തി ഞങ്ങളെ അനാദിയിൽ സ്നേഹിച്ച് അങ്ങനെ പുത്രനോട് ഞങ്ങളെ തിരഞ്ഞെടുത്ത് അങ്ങനെ സന്നിധിയിലേക്ക് കൂട്ടിവരുത്തിനായി ഞങ്ങൾ അങ്ങേക്ക് നന്ദി പറയുന്നു. യാതൊരു യോഗ്യതയും ഞങ്ങൾക്കില്ല എന്ന് രാവിലെ ഞങ്ങളുടെ സന്നിധിയിൽ ഞങ്ങളുടെ സന്നിധിയിൽ ഏറ്റു പറയുന്നു. മക്കളെന്ന പദവി ദാനമായി നൽകിയതുകൊണ്ട്, പുത്രത്വത്തിന്റെ പദവി ദാനമായി നൽകിയതുകൊണ്ട് അപ്പാ പിതാവേ എന്ന് വിളിച്ചുകൊണ്ട് ഞങ്ങളുടെ പാദപീഠത്തിലേക്ക് ഞങ്ങൾ കടന്നു വരുന്നു. യേശുവിൽ ഞങ്ങൾ മറിഞ്ഞിരിക്കുന്നു. കർത്താവേ, കൃപാസനത്തോട് ധൈര്യത്തോട് വരുവാൻ തക്കവണ്ണം അവകാശം ഞങ്ങൾക്ക് നന്ദനായി സ്തോത്രം ചെയ്യുന്നു. രാവിലെ വന്ന നാമത്തെ ഉയർത്തുവാൻ ഞങ്ങളെ ബലപ്പെടുത്തുവാനാകണം. ഞങ്ങളുടെ ഉള്ളിൽ നൽകിയിരിക്കുന്ന പരിശുദ്ധാത്മാവിനായി സ്തോത്രം ചെയ്യുന്നു. നിത്യപ്രത്യാശയ്ക്കായി സ്തോത്രം ചെയ്യുന്നു. പുത്രത്വം എന്ന പദവിക്കായി സ്തോത്രം ചെയ്യുന്നു. ഉള്ളിൽ നൽകിയിരിക്കുന്ന നിത്യജീവനായി സ്തോത്രം ചെയ്യുന്നു. രാവിലെ ഞങ്ങളുടെ നാമത്തെ ഞങ്ങൾ ഉയർത്തുന്നത് ഞങ്ങളുടെ നാമങ്ങളുടെ നാമത്തെക്കാളും മേലായ നാമമുള്ളവനാണല്ലോ. രാവിലെ ഞങ്ങളുടെ മുമ്പിൽ നമസ്കരിക്കുന്ന കർത്താവേ, ഹല്ലേലൂയ, സാന്നിധ്യത്താൽ ഞങ്ങളെ അനുഗ്രഹിച്ചിരിക്കാൻ സ്തോത്രം. 2-3 പേരുടെ നാമത്തിൽ എവിടെ കൂടിയാലും ആമേൻ അവരുടെ മധ്യത്തിൽ എഴുന്നള്ളാമെന്ന് അവരുടെ മധ്യത്തിൽ ഞാൻ ഉണ്ട് എന്നുള്ളത് ഞങ്ങളുടെ വാഗ്ദത്തമാക്കിയാൽ ഞങ്ങളുടെ സാന്നിധ്യം ഇവിടെ ഉള്ളതുകൊണ്ട് ഞങ്ങളെ നന്ദി പറയുന്ന കർത്താവേ, ഞങ്ങളുടെ സാന്നിധ്യം തിരിച്ചറിഞ്ഞ് ഉള്ളതൊന്നങ്ങേ നമസ്കരിക്കുവാൻ, അങ്ങേ ആരാധിപ്പാൻ, അങ്ങനെ നാമത്തെ ഉയർത്തുവാൻ, അങ്ങനെ അങ്ങേക്ക് സ്തുതി സ്തോത്ര യാഗങ്ങളെ അർപ്പിക്കുവാൻ ഞങ്ങളെ ബലപ്പെടുത്തുവാനാകണമേ കർത്താവേ. ഏകാഗ്രതയോടെ പാടുപെടുത്തി ഞങ്ങളെ ഇരുത്തിക്കാട്ട് ഇന്ന് രാവിലത്തെ ശുശ്രൂഷകളെ ദിവസത്തിലേക്ക് പ്രാർത്ഥിക്കുന്നു. ശുശ്രൂഷിപ്പാൻ ഞങ്ങളുടെ ദാസന്മാരെ ബലപ്പെടുത്തുവാനാകണമേ. ഇവിടെ ആയിരിക്കുന്ന ഞങ്ങൾ ഓരോരുത്തരും അങ്ങയോട് ഭക്തിയിലായിരിക്കാൻ, വിശുദ്ധിയിൽ അതിഭയങ്കരനായവനെ ഹല്ലേലൂയ സ്തുതിപ്പാൻ, ഹല്ലേലൂയ ഏകാഗ്ര ഹൃദയത്തോടെ ആയിരിക്കാൻ കൃപ തന്നാട്ട് കർത്താവേ. കടന്നു വരാൻ ആഗ്രഹിക്കുന്ന പ്രിയപ്പെട്ടവരെ കൂട്ടി വരുത്തിക്കാട്ട്. സൂമിലും മറ്റുമായിരിക്കുന്ന പ്രിയപ്പെട്ടവർക്കായി സ്തോത്രം. ഞങ്ങളുടെ വിലയേറിയ ദാസന്മാർക്കായി സ്തോത്രം. ഞങ്ങളെ ഒരുമിച്ച് അങ്ങ് അനുഗ്രഹിക്കുമാറാകണമേ. ശാരീരിക ക്ഷീണത്തിലായിരിക്കുന്ന പ്രിയപ്പെട്ടവർ ഞങ്ങളുടെ മധ്യത്തിലുണ്ടല്ലോ. വചനമായിട്ടുള്ള സൗഖ്യം ഇന്ന് രാവിലെ അങ്ങ് കൽപ്പിക്കുമാറാകണം. അങ്ങയുടെ വചനത്തിന് ശക്തിയുണ്ടല്ലോ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. സ്വാതന്ത്ര്യമില്ലാതെ ജയിലിലും മറ്റും അടയ്ക്കപ്പെട്ടിരിക്കുന്ന ദൈവദാസന്മാരെ, ദൈവമക്കളെ ഞങ്ങൾ ഓർക്കുന്നു. കർത്താവരെ ഓർക്കണമേ, അവർക്ക് സ്വാതന്ത്ര്യം വരുത്തണമേ. ഞങ്ങൾക്ക് ലഭിച്ച സ്വാതന്ത്ര്യത്തിനായി സ്തോത്രം ചെയ്യുന്ന കർത്താവേ, ആദിയോടന്തം അങ്ങയുടെ നാമത്തെ ഞങ്ങളിലൂടെ മഹത്വപ്പെടുത്തിക്കാട്ടെ. സകലത്തെയും തിരുസന്നിധിയിൽ ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. പ്രാർത്ഥനകളുണ്ട്. സ്തോത്രം യേശുവിൻ്റെ നാമത്തിൽ തന്നെ. കരങ്ങൾ ഉയർത്തി കർത്താവിനെ ഉള്ളു തുറന്നൊന്ന് സ്തുതിച്ചാട്ടെ. ഹല്ലേലൂയ. ഞാൻ പറഞ്ഞതുകൊണ്ടല്ല, ദൈവത്തിൻ്റെ സന്നിധിയിൽ നാം കടന്നു വരുമ്പോൾ ആരാധന എന്നുള്ളത് ഫോഴ്സ്ഫുള്ളി വെളിയിലേക്ക് വരുന്നതല്ല. നമ്മുടെ ഉള്ളിൽ ദൈവത്തോടുള്ള സ്നേഹമുണ്ടെങ്കിൽ ആരാധന തനിയെ വരും, സ്തുതി സ്തോത്രങ്ങൾ തനിയെ വരും.
ആളെ നമ്മൾ നോക്കത്തില്ല. ഒരുവനെ മാത്രമേ നമുക്ക് നോക്കാനുള്ളൂ, അത് കർത്താവ് മാത്രമാണ്. ആ കർത്താവിൻ്റെ സാന്നിധ്യം നമ്മുടെ മധ്യത്തിലുണ്ടെങ്കിൽ അവനെ നമ്മൾ സ്തുതിച്ചിരിക്കും. പാട്ടറിയാൻ വയ്യാങ്കിലും നാം പാട്ട് പാടിയിരിക്കും. നമ്മുടെ ഉള്ളിൽ നിന്ന് വരുന്ന സ്തോത്രങ്ങൾ അവന് പാട്ടായി അവിടുന്ന് സ്വീകരിക്കും. ഇന്ന് രാവിലെയും ദൈവത്തെ നമുക്ക് സ്തുതിക്കാം. ഹല്ലേലൂയ. ഒരു നിമിഷം കർത്താവിൻ്റെ സന്നിധിയിൽ എഴുന്നേറ്റ് നിന്ന് ഒരു സങ്കീർത്തന ഭാഗം വായിച്ച് കർത്താവിനെ നാം മഹത്വപ്പെടുത്തുവാൻ കടന്നു പോവുകയാണ്. പ്രത്യേകിച്ചും ഈ സഭാ ഹാളിലായിരിക്കുന്ന ദൈവദാസന്മാർക്കും ദൈവമക്കൾക്കും, സൂമിലായിരിക്കുന്ന ദൈവമക്കൾക്കും ദൈവദാസന്മാർക്കും വേഗം വരുന്നവനായ കർത്താവിൻ്റെ നാമത്തിലുള്ള വന്ദനത്തെ അറിയിക്കുന്നു. പാട്ടുപാടി കർത്താവിനെ സ്തുതിക്കും മുമ്പേ ഒരു സങ്കീർത്തന ഭാഗം നമുക്ക് ഒരുമിച്ച് വായിച്ച് കർത്താവിനെ മഹത്വപ്പെടുത്താം. ഒരു ചെറിയ സങ്കീർത്തനമാണ്. സാം നമ്പർ 93, 93-ാമത്തെ സങ്കീർത്തനം. ഹല്ലേലൂയ. 93-ാമത്തെ സങ്കീർത്തനം ഒരുമിച്ച് വായിച്ച് കർത്താവിനെ നമുക്ക് മഹത്വപ്പെടുത്താം. വായിക്കാം. യഹോവ വാഴുന്നു, അവൻ മഹിമ ധരിച്ചിരിക്കുന്നു. യഹോവ ബലം ധരിച്ച് അരയ്ക്ക് കെട്ടിയിരിക്കുന്നു. ഭൂലോകം ഇളകാതെ ഉറച്ചു നിൽക്കുന്നു. നിന്റെ സിംഹാസനം പുരാതനമേ സ്ഥിരമായിരിക്കുന്നു. നീ അനാദിയായുള്ളവൻ തന്നെ. യഹോവേ, പ്രവാഹങ്ങൾ ഉയർത്തുന്നു, പ്രവാഹങ്ങൾ ശബ്ദമുയർത്തുന്നു, പ്രവാഹങ്ങൾ തിരമാലകളെ ഉയർത്തുന്നു. സമുദ്രത്തിലെ വൻ തിരകളായ പെരുവെള്ളങ്ങളുടെ മുഴക്കത്തെക്കാളും ഉയരത്തിൽ യഹോവ മഹിമയുള്ളവൻ. നിന്റെ സാക്ഷ്യങ്ങൾ എത്രയും നിശ്ചയമുള്ളവ. യഹോവേ, വിശുദ്ധി നിന്റെ ആലയത്തിന് എന്നേക്കും ഉചിതം തന്നെ. കരങ്ങളെ ഉയർത്തി കർത്താവിനെ ഒന്ന് സ്തുതിച്ചാട്ട്. ഹല്ലേലൂയ. ഒരു വാക്യം മാത്രം ഒന്നുകൂടെ വായിക്കാം. നിന്റെ സിംഹാസനം പുരാതനമേ സ്ഥിരമായിരിക്കുന്നു. നീ അനാദിയായുള്ളവൻ തന്നെ. ഹല്ലേലൂയ. ഈ അനാദിയും ശാശ്വതവാസിയുമായ ദൈവത്തെ അപ്പ എന്ന് വിളിക്കാനുള്ള ഭാഗ്യം ലഭിച്ചവരാണ് നാം. രാവിലെ ആ രക്ഷയുടെ സന്തോഷം ഉള്ളിൽ വഹിച്ചുകൊണ്ട് കർത്താവൻ നമുക്ക് ചെയ്ത അവൻ്റെ ഉപകാരങ്ങളെ ഓർത്തുകൊണ്ട് പുത്രനെ നമുക്ക് ദാനമായി നൽകിയത് ഓർത്തുകൊണ്ട് ഈ മഹത്വാനായ ദൈവത്തെ നമുക്ക് സ്തുതിക്കാം. ഇവിടെ പറഞ്ഞിരിക്കുന്നത് അവൻ മഹിമ ധരിച്ചിരിക്കുന്നു. He is clothed with majesty. മഹിമ ധരിച്ചിരിക്കുന്നു. സകല മാനത്തിനും മഹത്വത്തിനും പുകഴ്ചയ്ക്കും യോഗ്യനായ കർത്താവിനെ നമുക്ക് പാട്ടുപാടി സ്തുതിക്കാം. മഹത്വമേ മഹത്വമേ മഹത്വം തന്നാമത്തിന്. മഹത്വമേ മഹത്വമേ മഹത്വം തന്നാമത്തിന്. മഹത്വമേ മഹത്വമേ മഹത്വം തന്നാമത്തിന്. മഹത്വത്തിനും സ്തോത്രയാഗത്തിനും യോഗ്യൻ. മഹത്വത്തിനും സ്തോത്രയാഗത്തിനും യോഗ്യനല്ലാതാളും. ആമേൻ. മഹത്വമേ മഹത്വമേ മഹത്വം തന്നാമത്തിന്. ആമേൻ. മഹത്വമേ മഹത്വമേ മഹത്വം തന്നാമത്തിന്. ഓ മഹത്വത്തിനും സ്തോത്രയാഗത്തിനും യോഗ്യൻ. മഹത്വത്തിനും സ്തോത്രയാഗത്തിനും യോഗ്യനല്ലാതാളും. ഓ ദൂതർ സംഗമിത വിശ്രമം കൂടാതെന്നും. ദൂതർ സംഗമിത വിശ്രമം കൂടാതെന്നും. ശുദ്ധൻ ശുദ്ധൻ പരിശുദ്ധനെന്ന് എപ്പോഴും. ശുദ്ധൻ ശുദ്ധൻ പരിശുദ്ധനെന്ന് എപ്പോഴും വാഴ്ത്തുന്നിതാ. ആമേൻ. മഹത്വമേ മഹത്വമേ മഹത്വം തന്നാമത്തിന്. ഓ മഹത്വമേ മഹത്വമേ മഹത്വം തന്നാമത്തിന്. ആമേൻ. മഹത്വത്തിനും സ്തോത്രയാഗത്തിനും യോഗ്യൻ. മഹത്വത്തിനും സ്തോത്രയാഗത്തിനും യോഗ്യനല്ലാതാളും. ഓ സൂര്യചന്ദ്രാദികൾ കർത്തനെ സ്തുതിച്ചിടട്ടെ. ആമേൻ.
മമാവിക്കൊടും കാറ്റിവ അമ്മൻ തീക്കൽ മഴാകി മമാവിക്കൊടും കാറ്റിവ പർവ്വതങ്ങൾ എല്ലാ കുന്നുമലകളും പർവ്വതങ്ങൾ ഹല്ലേലൂയ കേളും വാഴ്ത്തിയിടട്ടെ ആമേൻ മഹത്വമേ മഹത്വമേ ഹല്ലേലൂയ ഓ മഹത്വമേ മഹത്വമേ മഹത്വം തൻ നാമത്തിന് മഹത്വത്തിനും സ്തുതിയാഗത്തിനും യോഗ്യൻ മഹത്വത്തിനും ഹല്ലേലൂയ we praise you Lord യോഗ്യനല്ല ഓ പറവകൾ മൃഗജാതിയുടെയും ജന്തുക്കളും അമ്മേൻ പറവകൾ മൃഗജാതിയുടെയും ജന്തുക്കളും രാജാക്കൾ മഹത്തുക്കൾ പ്രഭുക്കൾ ഹല്ലേലൂയ 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 പ്രഭുക്കന്മാർ ശകരക്ഷകനെ ആമേൻ മഹത്വമേ മഹത്വമേ മഹത്വം തൻ നാമത്തിന് മഹത്വമേ മഹത്വമേ മഹത്വം ഹല്ലേലൂയ 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 മഹത്വത്തിനും സ്തുതിയാഗത്തിനും യോഗ്യൻ മഹത്വത്തിനും സ്തുതിയാഗത്തിനും യോഗ്യനല്ലാ നാളും ആമേൻ ബാലന്മാർ വൃദ്ധന്മാർ യുവതികൾ യുവാക്കന്മാരും ഓ ബാലന്മാർ വൃദ്ധന്മാർ യുവതികൾ യുവാക്കന്മാരും ഭക്തുകൾ കിന്നരം കൈതാളമേളം ഭക്തുകൾ കിന്നരം കൈതാളമേളത്താൽ വാഴ്ത്തിയിടട്ടെ മഹത്വമേ മഹത്വമേ മഹത്വം തൻ നാമത്തിന് ആമേൻ മഹത്വമേ മഹത്വമേ മഹത്വം തൻ നാമത്തിന് ഓ മഹത്വത്തിനും സ്തുതിയാഗത്തിനും യോഗ്യൻ മഹത്വത്തിനും സ്തുതിയാഗത്തിനും യോഗ്യനല്ലാ നാളും ആമേൻ മഹത്വമേ മഹത്വമേ മഹത്വം തൻ നാമത്തിന് ഓ മഹത്വമേ മഹത്വമേ മഹത്വം തൻ നാമത്തിന് മഹത്വത്തിനും സ്തുതിയാ ഹല്ലേലൂയ 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 we praise you Lord സ്തുതിയാഗത്തിനും യോഗ്യനല്ലാ നാളും ആമേൻ മഹത്വത്തിനും സ്തുതിയാഗത്തിനും യോഗ്യൻ മഹത്വത്തിനും സ്തുതിയാഗത്തിനും യോഗ്യനല്ലാ നാളും ഹല്ലേലൂയ 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 അങ്ങ് മാത്രം യോഗ്യൻ അങ്ങ് മാത്രം യോഗ്യൻ മഹത്വത്തിനും പുകഴ്ചയ്ക്കും ആരാധനയ്ക്കും അങ്ങ് യോഗ്യൻ 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 we praise you Lord we praise you Lord we praise you Lord hallelujah hallelujah we praise you 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 അങ്ങ് മാത്രം യോഗ്യൻ അങ്ങ് മാത്രം യോഗ്യൻ we praise you you are worthy you are worthy you are worthy you are worthy hallelujah 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 മാനത്തിനും പുകഴ്ചയ്ക്കും മഹത്വത്തിനും യോഗ്യൻ അങ്ങ് മാത്രം ഹല്ലേലൂയ 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 മഹത്വം അങ്ങേക്ക് മഹത്വം അങ്ങേക്ക് ജീവന്റെ ഉറവിടം ക്രിസ്തുവത്രേ അവനെ നാം ഘോഷിക്കാം ജീവന്റെ ഉറവിടം ക്രിസ്തുവത്രേ അവനെ നാം ഘോഷിക്കാം അവനത്രേ പാവനരൻ തൻ ജീവനാൽ എന്നെയും വീണ്ടെടുത്തു അവനത്രേ പാവനരൻ തൻ ജീവൻ
Hallelujah. We praise you, Lord. ഘോഷിക്കാം ജീവന്റെ ഉറവിടം. ജീവന്റെ ഉറവിടം ക്രിസ്തു. Hallelujah. ആ ജീവൻ നമ്മുടെ ഉള്ളിൽ നൽകി തന്നിരിക്കാൻ കർത്താവിനെ സ്തുതിക്കാം. Hallelujah. അവനത്രേ എൻ പാപകരൻ, തൻ ജീവനാലൻ വീണ്ടെടുത്തു. അവനത്രേ എൻ പാപകരൻ, തൻ ജീവനാലൻ വീണ്ടെടുത്തു. ഓ കരകണനാഴിയിൽ വലയോരേ, കരുണയെ കാക്ഷിക്കും നിറപ്രായരേ. കരകണനാഴിയിൽ വലയോരേ, കരുണയെ കാക്ഷിക്കും നിറപ്രായരേ. വരികവൻ ചാരത്തു ബന്ധിതരേ, വരുമവൻ കൃപ മനസ്സാക്കിയതും. ആമേൻ. വരികവൻ ചാരത്തു ബന്ധിതരേ, വരുമവൻ കൃപ മനസ്സാക്കിയതും. ഓ ജീവന്റെ ഉറവിടം ക്രിസ്തുവത്രേ, ആവിനാൽ അവനെ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ജീവന്റെ ഉറവിടം ക്രിസ്തുവത്രേ, ആവിനാൽ അവനെ ഘോഷിക്കാം. അവനത്രേ എൻ പാപകരൻ, തൻ ജീവനാലൻ. ഹല്ലേലൂയ. We praise you, Lord. ഓ അവനത്രേ. ഓ praise you, praise you, praise you. വീണ്ടെടുത്തു നമുക്കു മുൻചെന്നത വിശുദ്ധന്മാരാ, അലങ്കൃതമായ തിരുവചനം. നമുക്കു മുൻചെന്നത വിശുദ്ധന്മാരാ, അലങ്കൃതമായ തിരുവചനം. അനുദിനം തരുമവൻ പുതുശക്തിയാൽ, അനുഭവിക്കും അതിസന്തോഷത്താൽ. ഓ അനുദിനം തരുമവൻ പുതുശക്തിയാൽ, അനുഭവിക്കും അതിസന്തോഷത്താൽ. ഓ ജീവന്റെ ഉറവിടം ക്രിസ്തു. ഓ we praise you, Lord. അങ്ങ് ജീവന്റെ ഉറവിടമായിരിക്കാൻ ഞങ്ങൾ ജീവൻ പ്രാപിച്ചവരായി നിങ്ങളുടെ സന്നിധിയിലായിരിക്കുന്നു. We praise you, Lord. We praise you, Lord. We praise you, Lord. We praise you, Lord. We thank you, Lord. We worship you, Lord. Hallelujah. ഞങ്ങളെ സ്തുതിക്കുന്നു, വാഴ്ത്തുന്നു. Hallelujah. അവനത്രേ എൻ പാപകരൻ, തൻ ജീവനാലൻ വീണ്ടെടുത്തു. അവനത്രേ എൻ പാപകരൻ, തൻ ജീവനാലൻ വീണ്ടെടുത്തു. ഓ അവനത്രേ എൻ പാപകരൻ, തൻ ജീവനാലൻ. ഹല്ലേലൂയ. അവനത്രേ എൻ പാപകരൻ. Praise you, Lord. We praise you, Lord. We praise you, Lord. Oh, we praise you, we praise you, we praise you, we praise you. അങ്ങ് ഞങ്ങളുടെ പാപഹാരനായി ഞങ്ങളുടെ പുത്രനെ ഞങ്ങൾക്ക് വേണ്ടി യാഗമായി തന്നു. ഞങ്ങളുടെ പുത്രന്റെ രക്തം ഞങ്ങൾക്ക് വേണ്ടി ഒഴിച്ചു ഞങ്ങളെ ശുദ്ധീകരിച്ച് ഞങ്ങളുടെ സന്നിധിയിലേക്ക് കൊണ്ടുവരുത്തിയതിനായി ഞങ്ങൾ അങ്ങേക്ക് നന്ദി പറയുന്നു കർത്താവേ. ജീവന്റെ ഉറവിടം അങ്ങായിരിക്കാൻ, ആ ജീവൻ ഞങ്ങളുടെ ഉള്ളിൽ പകർന്നു തന്നിരിക്കാൻ we praise you, Lord. ഞങ്ങൾ അങ്ങയെ സ്തുതിക്കുന്നു, അങ്ങയെ ആരാധിക്കുന്നു. നിങ്ങളുടെ നാമത്തെ ഞങ്ങൾ ഉയർത്തുന്നു. Hallelujah. We praise you, Lord. നമ്മുടെ ജീവിതത്തിൽ ദൈവം ചെയ്ത ഏറ്റവും വലിയ അനുഗ്രഹം നമ്മുടെ ഉള്ളിൽ പകർന്നു തന്നിരിക്കുന്ന നിത്യജീവനാണ്. അതിക്രമങ്ങളും പാപങ്ങളിലും മരിച്ചവരായിരുന്നു നമ്മെ തന്റെ പുത്രനെ തന്ന് മൃതപ്രായരായിരുന്ന നമ്മെ ജീവൻ ഉള്ളിൽ നൽകി തന്നതോർത്ത് കർത്താവിനെ ഒന്ന് സ്തുതിക്കാം. ഹല്ലേലൂയ. ആരുടെയും പ്രേരണ കൂടാതെ ഉള്ളിൽ ജീവൻ പ്രാപിച്ചവർ, സങ്കീർത്തനക്കാരൻ പറയുന്നത് ജീവനുള്ളതൊക്കെയും യഹോവയെ സ്തുതിക്കട്ടെ. ഹല്ലേലൂയ. നിൻ മഹാ കൃപയ്ക്കായി നിന്നെ ഞാൻ സ്തുതിച്ചിടുമെന്നും
മഹാകൃപയ്ക്കായി നിന്നെ ഞാൻ സ്തുതിച്ചിടുമെന്നും. മോചനം വീണ്ടും ജനനവും നീജപാപിയന്നിൽ വസിപ്പാൻ ഇന്നാത്മാവിന്റെ ദാനവും നീ തന്നു സ്വർഗാനുഗ്രഹങ്ങളും. മഹാകൃപയ്ക്കായി നിന്നെ ഞാൻ സ്തുതിച്ചിടുമെന്നും. മഹാകൃപയ്ക്കായി നിന്നെ ഞാൻ സ്തുതിച്ചിടുമെന്നും. നിന്നെ ഞാൻ സ്തുതിച്ചിടും. ഒരിക്കൽ കൂടെ പറയാം. നിന്നെ ഞാൻ സ്തുതിക്കുന്നു. അതിനാധാരമായിരിക്കുന്നത് എനിക്കങ്ങ് തന്നിരിക്കുന്ന മോചനം, രക്ഷ, പരിശുദ്ധാത്മാവ്, നിത്യസമാധാനം, നിത്യപ്രത്യാശ, നിത്യജീവൻ. ഹല്ലേലൂയ. കരങ്ങളെ അടിച്ച് കർത്താവിനെ ഒന്ന് സ്തുതിക്കാം. ഹല്ലേലൂയ. പ്രൈസ് യു ലോർഡ്, പ്രൈസ് യു ലോർഡ്, പ്രൈസ് യു ലോർഡ്, പ്രൈസ് യു ലോർഡ്. ഹല്ലേലൂയ. ആമേൻ, ആമേൻ, പ്രൈസ് യു, ആമേൻ, പ്രൈസ് യു, ആമേൻ, പ്രൈസ് യു, പ്രൈസ് യു. ആമേൻ, 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 പ്രാർത്ഥിക്കാം. ആമേൻ, ആമേൻ. പരിശുദ്ധ പിതാവേ, നല്ല ആമേൻ. കർത്താവേ, സ്തോത്രം. വിശുദ്ധ പകൽക്കാലം അങ്ങയുടെ സന്നിധിയിൽ കടന്നു വന്ന് അങ്ങേ ആരാധിപ്പാൻ, അങ്ങേ സ്തുതിപ്പാൻ, Thank you, Lord. അങ്ങയുടെ കൃപയെ ഒരു പ്രാവശ്യം കൂടെ ഓർക്കുവാൻ Praise കർത്താവേ, you, Lord. അതിക്രമങ്ങളാലും പാപങ്ങളാലും മരിച്ചവരായിരുന്ന ഞങ്ങളെ ക്രിസ്തുയേശുവിൽ ജീവിപ്പിച്ച് കർത്താവേ, Yes. ഒരു പുതുജീവൻ പകർന്നതിനായി നന്ദിയോട് സ്തോത്രം. സ്തോത്രം. മരിച്ചവരും മൗനതയിൽ ഇറങ്ങിയവരാരും യഹോവയെ Hallelujah, സ്തുതിക്കാതെ ഇരിക്കുമ്പോൾ hallelujah. ജീവനുള്ള ലഭിച്ചവരായ ഞങ്ങൾ ജീവനുള്ളവരെ പോലെ കർത്താവേ, ആ ജീവന്റെ ഉറവിടമായ ഞങ്ങളുടെ സന്നിധിയിൽ കടന്നു വന്ന് Praise. അപ്പാ ജീവനും ആത്മാവിലും അങ്ങ് ആരാധിപ്പാൻ Hallelujah, ഒരു അവസരം കൂടെ hallelujah. തന്നതിനായി നന്ദിയോട് സ്തോത്രം ചെയ്യുന്ന കർത്താവേ, സ്തോത്രം. അപ്പാ അങ്ങേക്ക് എല്ലാ ബഹുമാനവും മഹത്വവും പുകഴ്ച ആരാധന അർപ്പിക്കുന്നു. തുടർന്നുള്ള ശുശ്രൂഷകളിലും അങ്ങയുടെ സാന്നിധ്യം വ്യാപരിച്ചാട്ട് അങ്ങ് തന്നെ മഹത്വം എടുത്താട്ട് യേശുവിന്റെ നാമത്തിൽ തന്നെ. ഇരിക്കാം. ദൈവനാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. ഈ രാവിലെ സമയം കടന്നു വന്ന എല്ലാ വാത്സല്യ പ്രിയപ്പെട്ടവർക്കും കർത്തൃഭൃത്യന്മാർക്കും ക്രിസ്തുയേശുവിൻ്റെ ധന്യനാമത്തിൽ സ്നേഹവും വന്ദനവും അറിയിക്കുന്നു. ഒരു പകൽ കൂടെ കർത്താവ് നമുക്ക് തന്നു. കർത്താവദാസൻ പ്രാർത്ഥിച്ച പോലെ ഈ വർഷത്തിൻ്റെ ഏകദേശം 9 മാസം നമ്മെ വിട്ടുപോയി. ദിവസങ്ങളും മാസങ്ങളും വർഷങ്ങളും അതിവേഗം കടന്നുപോയിക്കൊണ്ടിരിക്കുന്നു. നമുക്ക് നിരാശയല്ല, പ്രത്യാശയാവുള്ളൂ. ആ നിത്യഭവനത്തോട് ചേർക്കുവാനുള്ള സമയം ആസന്നമായി. ഈ രാവിലെ ദൈവമുഖത്തേക്ക് നോക്കി ദൈവത്തെ സ്തുതിക്കുവാൻ ഹൃദയം നിറഞ്ഞ ജീവനുള്ളവരുടെ ദേശത്ത് നിത്യജീവനെ പ്രാപിച്ചവരായി കർത്താവിനെ സ്തുതിക്കുവാൻ ദൈവം ഒരുക്കുന്ന ആ സന്ദർഭങ്ങൾക്കായി സ്തോത്രം. ദൈവമായ കർത്താവ് നമ്മെല്ലാം അനുഗ്രഹിക്കട്ടെ. സൂമിലും ആലയത്തിലുമായിരിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവർക്കും ഒരിക്കൽ കൂടെ സ്നേഹവന്ദനം അറിയിക്കുന്നു. ദൈവം സഹായിക്കട്ടെ. ആരംഭമായിട്ട് നമുക്ക് സാക്ഷ്യം അല്ലെങ്കിൽ പ്രെയർ റിക്വസ്റ്റ്, പ്രൈസ് റിപ്പോർട്ട് എന്തെങ്കിലും ഉണ്ടെങ്കിൽ പറയുവാനുള്ള സാവകാശമുണ്ട്. സൂമിലുള്ളവർക്ക് ആദ്യം പറയാം, പിന്നീട് ആലയത്തിലുള്ള സൺഡേ സ്കൂൾ സ്റ്റുഡൻസിന് ഇപ്പം കടന്നു പോകാം. അവർക്ക് 9:30 മുതൽ സൺഡേ സ്കൂളുണ്ട്. ടീച്ചേഴ്സ് അവരെ ടേക്ക് കെയർ ചെയ്യും. ബാക്കിയുള്ളവർ ഇവിടുത്തെ ഇത് നമ്മുടെ സൺഡേ സ്കൂളാണ്. ഇത് സ്കൂളാണ്. സൂമിലുള്ളവർക്ക് ആർക്കെങ്കിലും ഏതെങ്കിലും വിഷയം പറയാനുണ്ടെങ്കിൽ അതിനുള്ള സമയമുണ്ട്. മൂന്നാല് ദിവസങ്ങളായി ദൈവാത്മാവിനോട് വ്യക്തിപരമായി ഇടപെട്ടുകൊണ്ടിരിക്കുന്ന എന്നോട് സംസാരിച്ച ചില ഭേദഭാഗങ്ങൾ നിങ്ങൾക്കും അനുഗ്രഹമാണെന്ന് വിശ്വസിച്ചുകൊണ്ടായ സ്തോത്രം കുറയരുത്. സന്തോഷത്തോടിരിക്കണം. മത്തായിയുടെ സുവിശേഷം
മാത്യു ചാപ്റ്റർ 26, 26-ാമത്തെ അധ്യായം 36 മുതൽ 39 വരെ. അനന്തരം യേശു അവരുമായി ഗെത്സമനെ എന്ന തോട്ടത്തിൽ നിന്ന് ശിഷ്യന്മാരോട്, ഞാൻ അവിടെ പോയി പ്രാർത്ഥിച്ചു വരുവോളം ഇവിടെ ഇരിപ്പീൻ എന്ന് പറഞ്ഞു. പത്രോസിനെയും സെബെദീപുത്രന്മാർ ഇരുവരെയും കൂട്ടിക്കൊണ്ട് ചെന്ന് ദുഃഖിച്ചും വ്യാകുലപ്പെട്ടും തുടങ്ങി. എന്റെ ഉള്ളം മരണവേദന പോലെ അതിദുഃഖിതമായിരിക്കുന്നു. ഇവിടെ താമസിച്ച് എന്നോടുകൂടെ ഉണർന്നിരിപ്പീൻ എന്ന് അവരോട് പറഞ്ഞു. പിന്നെ അവൻ അല്പം മുന്നോട്ട് ചെന്ന് കവിണു വീണു. പിതാവേ, കഴിയുമെങ്കിൽ ഈ പാനപാത്രം എങ്കിൽ നിന്ന് നീങ്ങിപ്പോകണമേ, എങ്കിലും ഞാൻ ഇച്ഛിക്കുന്ന പോലെ അല്ല, നീ ഇച്ഛിക്കുന്ന പോലെ ആകട്ടെ എന്ന് പ്രാർത്ഥിച്ചു. മതി. താങ്ക് യു. സ്തോത്രം. ഈ പകൽക്കാലം ഇവിടെ ഉള്ള ദൈവ സാന്നിധ്യത്തിനായി നിങ്ങളെല്ലാവരും തിരുവചനം വേദപുസ്തകം കൊണ്ടുവന്നെന്ന് വിശ്വസിക്കട്ടെ. ദൈവവചനം ശുശ്രൂഷിക്കുമ്പോൾ ദൈവവചനം കയ്യിലെടുക്കണം. ഞാൻ പറയട്ടെ, നിത്യതയിൽ കൊണ്ടെത്തിക്കുന്ന ഈ വചനമാണ് സ്വർഗത്തിൽ എന്നേക്കും. ഈ തിരുവചനം ശുശ്രൂഷിക്കുമ്പോൾ തിരുവചനം നമ്മൾ ധ്യാനിക്കുന്നില്ലെങ്കിൽ അഥവാ എടുക്കുന്നില്ലെങ്കിൽ നാം 3 തെറ്റാ ചെയ്യുന്നെന്ന് ഒരു വേദപഠിതാവ് പറഞ്ഞ് ഞാൻ കേട്ടിട്ടുണ്ട്. വേദ പണ്ഡിതനല്ല കേട്ടോ, പഠിക്കുന്ന ആളാണ്. 3 തെറ്റ് ചെയ്യുന്നുണ്ട്. എപ്പോഴാ? ദൈവം ശുശ്രൂഷിക്കുമ്പോൾ ബൈബിളൊക്കെ സൈഡിൽ മാറ്റി വെച്ചാൽ നമ്മളിങ്ങനെ ഏതോ ലോകത്തിരിക്കുകയാണെങ്കിൽ 3 തെറ്റ് ചെയ്യുന്നു. ഒന്ന്, നിങ്ങൾ ശുശ്രൂഷിക്കുന്ന ദൈവദാസനെ ആക്ഷേപിക്കുന്നു. 2, അപ്പം 2 കേൾക്കണ്ടായോ? നിങ്ങൾ ദൈവ വചനത്തെ ആക്ഷേപിക്കുന്നു. 3, കോൺഗ്രിഗേഷനെ ആക്ഷേപിക്കുന്നു. ഇതൊരു ചിന്തകൻ പറഞ്ഞത് ഞാൻ റിപ്പീറ്റ് ചെയ്യുന്നേ ഉള്ളൂ. ഇവിടെ അങ്ങനെയല്ല, എല്ലാവരും കൊണ്ടുവന്നിട്ടുണ്ട്, എല്ലാവരുടെയും കയ്യിൽ പുസ്തകമുണ്ട്. പിന്നെ ഒരു കാര്യം ഞാൻ പറയാം, സെൽഫോൺ അല്ല നമ്മുടെ ബൈബിൾ കേട്ടോ. ഒരാവശ്യം നോക്കുന്ന തെറ്റൊന്നുമില്ല, ഞാനും നോക്കാറുണ്ട്. കാരണം പല ട്രാൻസ്ലേഷനുള്ള ഒരു ബൈബിൾ ഹബ്ബൊക്കെ ഉണ്ട്, അതൊക്കെ ഞാൻ നോക്കാം. പക്ഷേ നമുക്ക് ഇതുകൊണ്ട് വേണം നടക്കാൻ. അതിനൊന്നും നാണിക്കേണ്ട. നമ്മൾ ഈ കാലങ്ങൾ മാറുന്ന അതിനനുസരിച്ച് മാറുമൊന്നും വേണ്ട. തിരുവചനമാണ് നമുക്ക് ആധാരമായിരിക്കും. അതുകൊണ്ട് ആരാധനയ്ക്ക് വരുമ്പോഴും അതിനെ ശുശ്രൂഷിക്കുമ്പോഴും അങ്ങനെ തന്നെയോ ഒന്ന് എടുത്തു വെച്ച് നോക്കുന്നത് വളരെ നല്ലതാണ്. ഈ വായിച്ച വേദഭാഗത്തു നിന്ന് ഓരോ വാക്യങ്ങൾ ഞാൻ പിന്നീട് നിങ്ങൾ വായിപ്പിക്കും. ഇപ്പം അല്ല, ഞാൻ വായിപ്പിക്കാം. എന്നാൽ നിങ്ങൾ എന്നോട് ചേർന്ന് സഹകരിച്ചാൽ മതി. ജീവിതത്തിൽ പ്രതിസന്ധികളുണ്ട്. ലൈഫ് ഈസ് എ ബാറ്റിൽ. ഒരു യുദ്ധക്കളമല്ല ജീവിതം. ആം ഐ റൈറ്റ് ഓർ നോട്ട്? ഇവിടെ ഇരിക്കുന്ന ഞങ്ങൾക്കും അവിടെ ഇരിക്കുന്ന നിങ്ങൾക്കും എല്ലാം ഇതേ ഒരേ സംഗതി ബാധകമാണ്. ഒരാഴ്ച ഒരു സന്തോഷത്തോടെ ഒന്ന് ശുശ്രൂഷിക്കുമ്പോൾ അടുത്ത ആഴ്ച പ്രശ്നത്തോടെ ശുശ്രൂഷിക്കുന്നു. എല്ലാം ഒന്ന് ക്ലിയർ ആവുമല്ലോ എന്ന് വിചാരിക്കും, വേറൊന്ന് പൊങ്ങി വരും. ഇറ്റ്സ് ഓൾ ദേർ. ഇറ്റ്സ് ഓൾ എ സെറ്റപ്പ്. ദൈവത്തിൻ്റെ സെറ്റപ്പാണ്. അതുകൊണ്ട് അതൊരു ഭാരപ്പെടാനൊന്നുമില്ല കേട്ടോ. സോ ലൈഫ് ഈസ് എ ബാറ്റിൽ. അടുത്തത്, വി ഗോ ത്രൂ സ്റ്റോംസ്. അപ്പോൾ ബാറ്റിൽ മാത്രമല്ല, പിന്നെന്തുവാ? കാറ്റ്, കൊടുങ്കാറ്റ് എന്ന് പറഞ്ഞാൽ എന്തുവാ? നിൽക്കാൻ വയ്യാത്ത സാഹചര്യം. എപ്പോഴാണ് ജീവിതത്തിൽ പതറിപ്പോകുന്നത്, പറന്നു പോകുന്നത് അറിയത്തില്ല. ഞാൻ സാവകാശം പോകുന്നതുകൊണ്ട് നിങ്ങൾ ചേർന്ന് വരാൻ വേണ്ടിയാണ്. പുറമേ ചിരിക്കുന്നവരെങ്കിലും ഉള്ളിനുള്ളിൽ എൻ്റെ ദൈവമേ എന്ന് വിളിക്കുന്ന സാഹചര്യം. You come across a situation that you never expected. ചില ടേണിംഗ് പോയിന്റ് നമ്മെ കൊണ്ട് നിർത്തും, ഒരിക്കലും പ്രതീക്ഷിക്കാത്ത അനുഭവങ്ങളോട് ഇരിപ്പില്ലേ? ഇന്ന് നാം പോകുന്ന സാഹചര്യത്തിൽ കൂടെ നാം വരുമെന്ന് ഒരിക്കലും വിചാരിച്ചില്ല. പക്ഷേ ദൈവം അതെല്ലാം മറച്ചു വെച്ച് നമ്മെ കൊണ്ടുപോകുന്ന ഓർത്ത് സ്തോത്രം. Praise the Lord.
അപ്പോൾ നമ്മുടെ ജീവിതയാത്രയിൽ പ്രതിസന്ധികളുണ്ട്. ബട്ട് ഹൗ ടു ഫേസ് ഇറ്റ്, എങ്ങനെയാണ് അതിനെ അഭിമുഖീകരിക്കേണ്ടത്, ഇതാണ് എൻ്റെ വിഷയം. സ്തോത്രം. ജീവിതത്തിൻ്റെ വിഷയങ്ങൾ വരുമ്പോൾ നമുക്ക് മാതൃകയാകാൻ പറ്റുന്ന ഒരു വ്യക്തി കർത്താവ് മാത്രമാണ്. താൻ ഈ 33.5 വർഷം ഈ ഭൂമിയിൽ ജീവിച്ചിട്ട് ഏതാണ്ടൊക്കെ ചെയ്ത് മാജിക് ഷോ ഒക്കെ ചെയ്ത് ക്രൂസിൽ ജീവനെ കൊടുത്ത് വീട്ടിൽ പോകാനല്ല ചെയ്തത്. തൻ്റെ ജീവിതം നമുക്ക് മാതൃകയായി കാണിച്ചു തന്നു. അവൻ ചെയ്തതും അവൻ സഹിച്ചതും അവൻ പോയതുമൊക്കെ അവൻ്റേതല്ല, നമ്മുടേതായിരുന്നു. Praise the Lord. അവൻ്റെ അവസാനത്തെ വാക്യം, ഞാൻ ഇവർക്ക് വേണ്ടി ചെയ്യേണ്ടതെല്ലാം ചെയ്തു കഴിഞ്ഞു. ഇറ്റ് ഈസ് ഫിനിഷ്ഡ്. നീ എനിക്ക് തന്നവർക്ക് വേണ്ടി ഞാൻ ചെയ്യേണ്ടതെല്ലാം ചെയ്തു. ഐ ആം കമ്മിങ് ബാക്ക് ടു യു ലോർഡ് എന്ന് പറഞ്ഞ അപ്പച്ചനോട് പറഞ്ഞു നിന്നത്. നിങ്ങൾ കൂടെ വരണം. ഈ വേദഭാഗം വായിക്കുമ്പോൾ യേശു കടന്നുപോയ സിറ്റുവേഷനിൽ കൂടെ നമുക്കൂടെ ഒന്ന് പോകാം. ഏദൻ തോട്ടം അനുസരണക്കേടിന്റെ തോട്ടമായിരുന്നു. ഗെത്സമന അനുസരണത്തിന്റെ തോട്ടമാണ്. Praise the Lord. ഏദൻ തോട്ടം തോൽവിയുടെ തോട്ടമായിരുന്നു. ഗെത്സമന വിജയത്തിന്റെ തോട്ടമാണ്. ഏദൻ തോട്ടം ബന്ധങ്ങൾ അറ്റുപോയ തോട്ടമാണ്. ഗെത്സമന ബന്ധത്തെ സൃഷ്ടിക്കപ്പെട്ട തോട്ടമാണ്. ദൈവസഭയോടുള്ള മഹാത്മ്യം ഇത് ശരിക്ക് പഠിച്ചാൽ നമുക്ക് മനസ്സിലാവും. ദൈവം നമ്മെ രക്ഷിച്ചു, വീണ്ടെടുത്തു. എങ്ങോട്ടാ കൊണ്ടുവന്നത്? സഭയാം തോട്ടത്തിലേക്കാ. അവിടെ കൊണ്ടുവന്നുകൊണ്ട് നമുക്ക് നഷ്ടപ്പെട്ടതെല്ലാം മടക്കി തരുവാൻ. നിങ്ങൾ ചിന്തിച്ചു നോക്കിയേ. കാൺമീൻ, ബാക്കി പറയാമോ? ഇതാരാ ചെയ്തത്? ഏതിൽ നഷ്ടപ്പെട്ട ബന്ധത്തെ മടക്കി തന്നാ ഇരിച്ചിരിക്കുന്നത്. അത് ചിന്തിക്കുന്ന ആരെങ്കിലും ഉണ്ടോ? ഏതിനിൽ നഷ്ടപ്പെട്ട ബന്ധത്തെ മടക്കി തന്ന് അവനെ കൈക്കൊണ്ട് അവന്റെ നാമത്തിൽ വിശ്വസിക്കുന്ന ഏവരും ദൈവമക്കൾ എന്നുള്ള പദവി തന്ന് ഇതാ ശ്രേഷ്ഠകരമായി നിർത്തിയിരിക്കുന്നു. തൻ്റെ അടുത്തോട് പറയണം, പിതാവേ ഞാൻ നിന്റെ മകനാ, നിന്റെ മകളാ. Praise the Lord. ഞാൻ ഈ ഭാഗത്ത് നിന്ന് ഇത് ചേർത്ത് പഠിക്കുമ്പോൾ നമ്മുടെ ജീവിതത്തോടുള്ള ചില ആലോചനകൾ, നമ്മുടെ ജീവിതത്തോട്, അതാ കർത്താവിൻ്റെ കഷ്ടതയൊന്നും പറയാനല്ല ഞാൻ വന്നത്. നമ്മോട് ചില സംസാരിക്കുന്നു ദേവാലന്മാർ. വളരെ ചിന്തിച്ചിട്ട് ഓരോ വാക്യത്തിൽ ഇരുന്ന് ചിന്തിച്ചപ്പോൾ ദേവാലന്മാർ എന്നോട് സംസാരിച്ച വിഷയമാണ്. നിങ്ങൾക്ക് പ്രയോജനകരമാണെങ്കിൽ എടുക്കണം, ഏറ്റെടുക്കണം, ഇല്ലെങ്കിൽ വിട്ടുകളയണം. പിന്നെ ആരെയും പ്രത്യേകിച്ച് സ്പർശിച്ച് പ്രസംഗിക്കുന്നില്ല, പക്ഷേ സ്പർശിച്ചാൽ ദൈവത്തിൻ്റെ ആത്മാവാ. ഇനി 26-ന്റെ 36 വായിച്ചേ, ഒരു വാക്യം മാത്രം. അനന്തരം യേശു അവരുമായി എവിടെ വന്നു? അപ്പൊ തോട്ടത്തിൽ ആരുണ്ട്? തോട്ടത്തിൽ യേശു ഉണ്ട്, അവന്റെ കൂടെ ശിഷ്യന്മാരുണ്ട്. ഞാൻ പറഞ്ഞ ആശയം മനസ്സിലായോ? ഗെത്സമനയിൽ യേശു ഉണ്ടെങ്കിൽ സഭയാം തോട്ടത്തിലും യേശു ഉണ്ട്. നമ്മുടെ ആരാധനയിലും നമ്മുടെ ശുശ്രൂഷയിലും നമ്മുടെ പ്രസംഗത്തിലും അവന്റെ സാന്നിധ്യമുള്ളതായിരിക്കണം. അവൻ ഇവിടെ ഉണ്ടെന്ന് വിശ്വസിച്ചാലുണ്ടോ? പോരാ, അത്രയൊന്നും തോത്രം പോരാ.
അവൻ ഇവിടെ ഉണ്ടെങ്കിൽ അവൻ ഉണ്ടെന്നുള്ള ധാരണയിലായിരിക്കും നമ്മുടെ ഇരിപ്പ്. The reverent fear of God. അവന്റെ സാന്നിധ്യത്തിലിരിക്കണം. സ്തോത്രം. അവന്റെ നമുക്ക് ഏറ്റവും പ്രിയപ്പെട്ട ഏറ്റവും വലിയ ഒരാൾ വരുമ്പോൾ നമ്മൾ ഇരുന്ന് ഉറങ്ങത്തൊന്നുമില്ല. ആ പുള്ളി പോകാതിരുന്നെങ്കിൽ ഞാൻ രാത്രി വരെ ഇരിക്കാമെന്നേ പറയത്തുള്ളൂ. പ്രൈസ് ദി ലോർഡ്. പക്ഷെ പലപ്പോഴും നമുക്ക് ക്ഷീണമൊക്കെ വരുന്നത്, കൂടുതൽ നമുക്ക് ക്ഷീണം വരുന്നത് എപ്പോഴാ? ഞാൻ പറഞ്ഞേയില്ല, എന്നോടാണ് കുറ്റപ്പെടുത്തുന്നത്, അദ്ദേഹത്തോട് പിടിച്ചു. എൻ്റെ കുഞ്ഞുമച്ച എന്തിനാ ഇങ്ങനെ പറഞ്ഞു? അതങ്ങനെ ചോദിക്കുന്നു. ഇല്ല, അത് ശരിയാ. ഇല്ലാത്ത കോട്ടുവായും, അതിനെന്താ കോട്ടുവാന്നല്ല പറയുന്നത്, വാ കോട്ടിപ്പോയത്, അത് തന്നെ വാഴിക്കോട്ട. ഇല്ലാത്ത ക്ഷീണവും ഒക്കെ ഇവിടെ വരും. തോട്ടത്തിൽ യേശു ഉണ്ട് കേട്ടോ. അവൻ തന്നെയല്ല, ശിഷ്യഗണവുമുണ്ട്. അങ്ങനെയാണെങ്കിൽ ദൈവത്തിൻ്റെ തോട്ടത്തിനകത്ത് മറ്റുള്ളവർക്കല്ല, അവൻ്റെ ശിഷ്യന്മാർക്ക് അവനെ മനസ്സിലാകുന്നത്. ഇന്ന് രാവിലെ ഇവിടെ അയക്കുന്ന വിശുദ്ധന്മാരുടെ കൂട്ടമാണ്. ദൈവത്തിൻ്റെ മക്കളായി ഇവിടെ ആയിരിക്കുന്നത്. അവനെ ആ സഭയാന്തോട് ദൈവം കൂട്ടുകൊണ്ടു. കർത്താവ് ഇവിടെ കൊണ്ടുവന്നിരിക്കുക. അവൻ അവരെയും കൂട്ടി തോട്ടത്തിൽ വന്നു. ഞാൻ ഒരു കാര്യം പറയട്ടെ, നമ്മൾ വന്നുകൊണ്ട് ഇവരൊക്കെ വന്നോ, ഞങ്ങൾ വന്നേക്കാം എന്ന് പറഞ്ഞല്ല. നമ്മൾ വരുന്നതിന് മുമ്പേ അവൻ ഇവിടെയുണ്ട്. നമ്മെ കാത്തിരിക്കുന്ന ഒരു കർത്താവ്. ഹല്ലേലൂയ. എന്താ കാര്യം? അവന് നമ്മളുമായിട്ട് ചില കാര്യങ്ങൾ ഷെയർ ചെയ്യാനുണ്ട്. അതാ കാര്യം. യേശു ഏത് വീട്ടിൽ പോയാലും വെറുതെ വന്നു പോയിട്ടില്ല, എന്തെങ്കിലുമൊക്കെ പറയാൻ കാണും. അങ്ങനെയെങ്കിൽ ഒന്ന്, അവൻ തോട്ടത്തിൽ വന്നു. ഇനി ഒന്നൊരു വായിക്കുന്നത്, അതേ വാക്യം അവിടെ നിന്ന് പോവാം. 36 വായിച്ചേ. അവൻ തോട്ടത്തിൽ വന്നിട്ട് ശിഷ്യന്മാരോട്, ഞാൻ ചില പോയിന്റ് പറയാം കേട്ടോ. ശിഷ്യന്മാരോട് എന്താ പറഞ്ഞേ? നിങ്ങള്, ഞാൻ ഇച്ചിര, ഒന്നാമത്തെ പോയിന്റ്, നെവർ ഷെയർ യുവർ ചാലഞ്ചസ് വിത്ത് എവരിവൺ. അതിന്റെ മലയാളം മനസ്സിലായോ? ജീവിതത്തിന്റെ പ്രതിസന്ധികൾ, നീ പോകുന്ന സാഹചര്യം എല്ലാവരോടും ഷെയർ ചെയ്യരുത്. എന്താ കാര്യം? അതവർക്ക് മനസ്സിലാകത്തില്ല. ഞാൻ എന്തിനാണ് അങ്ങോട്ട് പോകുന്നത്? ഏത് വിഷയമാണ് പ്രാർത്ഥിക്കാൻ പോകുന്നത്? I don't want to share with you. Why? Because I know you. നിങ്ങളൊക്കെ നിങ്ങൾ വളർന്ന ലെവല് വെച്ച് നിങ്ങൾ മനുഷ്യനെ വിധിക്കത്തുള്ളൂ. മനസ്സിലായോ? വളരെ സാവകാശം പോകുന്നത് മനസ്സിലായി പോകാൻ വേണ്ടിയാ. People understand in their own level. ഒരുവൻ വളർന്ന അളവിലെ മറ്റൊരുവനെ മനസ്സിലാക്കാൻ കഴിയൂ. മനസ്സിലായോ? പലപ്പോഴും പറഞ്ഞു അവർക്ക് കുറ്റം പറയുന്നതൊക്കെ മനസ്സിലാക്കണം. അവർ അവരുടെ ലെവലിലായോണ്ടായി പറയുന്നത്. അവർക്ക് അത്ര ചിന്തിക്കാൻ പറ്റും. അല്പം കൂടി ലെവൽ മേളിലായപ്പോൾ അങ്ങനെ പറയത്തില്ല. 3.5 വർഷം കൂടെ കൊണ്ട് നടന്നപ്പോൾ അവന് മനസ്സിലായി എല്ലാ വിഷയങ്ങളും ഇവരോട് പറയാൻ കൊള്ളത്തില്ല. നിങ്ങൾക്ക് അനുഭവമായിട്ടുണ്ടോ? എല്ലാം ഒന്നും വിളിച്ചു പറയരുതേ. ആരെങ്കിലും സഹകരിക്കുന്നില്ലല്ലോ. എന്നാ പറഞ്ഞു. ആരുടെയും കുഴപ്പമല്ല. നമ്മെ മനസ്സിലാക്കുവാൻ അവർക്ക് പ്രയാസം. അതുകൊണ്ട് അതാണ് നമ്മുടെ ഗുരുവിന്റെ മാതൃക നമുക്ക് നല്ല മാതൃക.
കോഴഞ്ചേരിയിൽ ഞാൻ ബൈബിൾ കോളേജിൽ ബൈബിൾ സ്കൂളിൽ പഠിച്ചുകൊണ്ടിരിക്കുമ്പോഴേ, കോളേജ് എന്നൊക്കെ പറയുമ്പോൾ ഇത് വലുതായി, സ്കൂളിൽ കോളേജും സെമിനാരിയും എന്നൊക്കെ പറയുമ്പോഴത്തേക്ക് ലെവൽ മാറി. ഞാൻ ബാലപാഠത്തിൽ പഠിച്ചുകൊണ്ടിരിക്കുമ്പോഴേ വീക്കെൻഡിലൊക്കെ ഞങ്ങൾക്ക് മീറ്റിംഗ് ഉണ്ടായി അവിടെ ചർച്ചിൻ്റെ വകയായിട്ട്. അന്ന് ആ പ്രാവശ്യം കോഴഞ്ചേരി IPCയുടെ വകയായിട്ട് പാസ്റ്റർ മോനച്ചൻ, നിങ്ങൾക്ക് ചിലർക്ക് അറിയാമായിരിക്കും അദ്ദേഹം. അല്ല മോനച്ചൻ ഞങ്ങളെ കൊണ്ടുപോയി ഒരു ശനിയാഴ്ച വൈകിട്ടത്തെ പ്രാർത്ഥന. അപ്പോൾ അന്ന് നമ്പർ എനിക്കാണ് വീണത് ആദ്യം കുറച്ച് സംസാരിക്കാൻ. അപ്പോൾ ആ മോനച്ചൻ പാസ്റ്റർ ആ വീട്ടുകാരനെ പറ്റി, എനിക്ക് ആ വീട്ടുകാരനെ അറിയത്തില്ല, വീട്ടുകാരൻ ആരാന്ന് അറിയത്തില്ല. അച്ചായൻ എന്ന് പറഞ്ഞു. അവിടെ എല്ലാം അച്ചായൻ തന്നെയാണ്. നമ്മുടെ യേശു എന്ന് പറഞ്ഞങ്ങ് ആരെന്ന് നിറയ്ക്കുന്ന പോലെ അവിടെ അച്ചായൻ എന്ന് പറഞ്ഞങ്ങ് ആരെന്ന് പറഞ്ഞു. അപ്പം എനിക്കറിയത്തില്ല അച്ചായൻ ഏതാണെന്നും ആരാ വീട്ടുകാരെന്നും. ഞാൻ വചനം ശുശ്രൂഷിച്ചപ്പോൾ ചിലരോട് ആലോചന പറഞ്ഞ് മുൻപോട്ട് ചെന്ന് ഒരാളുടെ തലയെ കൈവച്ച് ഉള്ള കാര്യങ്ങൾ തുറന്നു പറഞ്ഞു. ഇവിടെ ഇപ്പം ആ നിലയിൽ പറയാൻ കൊള്ളാത്തൊരു ഭാഷയാണ് ഞാൻ അന്ന് പറഞ്ഞു. അയ്യോ എന്ന് വിചാരിച്ച അസഭ്യമൊന്നും പറഞ്ഞില്ലേ. നമ്മുടെ 7-8 കൽപ്പന ഉണ്ടല്ലോ. തുറന്നു പറഞ്ഞത് പിന്നെയും അറിയാമോ, എന്നെ പിന്നെ മേല കൊണ്ടുപോയിട്ടില്ല. അന്നൊക്കെ ശുശ്രൂഷയുടെ ആരംഭ സമയമല്ലേ. ഇന്ന് ഞാൻ അങ്ങനെ പറയത്തില്ല. വല്ലതെന്ന് പറയണമെങ്കിൽ പേഴ്സണലായിട്ട് പറയും. എന്തോ എല്ലാ വെളിപ്പാടും എപ്പോഴും തുറന്ന് പറയരുതെന്ന് പറയാനേ വന്നത്. എൻ്റെ കുഴപ്പം ഞാൻ പറഞ്ഞ കാര്യം പറഞ്ഞു. എന്താണെന്നറിയാമോ, ദൈവാത്മാവ് പിന്നീട് എനിക്ക് അതിന് വെളിപ്പെടുത്തുന്നത്. പരസ്യമായി ഞാൻ ഈ വിഷയം പറഞ്ഞാൽ ആ പ്രിയപ്പെട്ടവൻ ദൈവത്തിൽ ക്രമീകരിച്ച് കാണുമ്പോൾ ലോകം വിടത്തില്ല. ഇന്നും എന്നാലും അവൻ അങ്ങനെ അല്ലയോ എന്ന് പറയത്തില്ലയോ? നിങ്ങൾക്ക് മനസ്സിലായോ? അപ്പോൾ നാം ശുശ്രൂഷയിൽ ഗ്രോ ചെയ്യുമ്പോഴാണ് ഇതിന്റെ അപാകത മനസ്സിലാകുന്നത്. ഒരുപക്ഷെ അതുകൊണ്ടായി ദൈവാലയം പറഞ്ഞ എല്ലാം ഒന്നും എല്ലാവരോടും പറയരുത്. പറയാം, പല്ല് അസ്ത്രങ്ങൾ, അങ്ങനെ വാക്യമുണ്ടോ? ഇല്ലല്ലേ? ഉണ്ട്. ഈയോ ചിലരൊക്കെ പല്ല് അസ്ത്രങ്ങളെ പോലെ, പ്രത്യേകിച്ച് ഏത് കമ്മ്യൂണിറ്റിയില് മനസ്സിലാകുന്നുണ്ടോ? അസ്ത്രങ്ങളെ പോലെയാ പല്ല് എന്ന് പറഞ്ഞാൽ വായിൽ നിന്ന് വരുന്ന വാക്കുകൾ. അത് മതി നമ്മളെ ശുശ്രൂഷ നിർത്താനും ശുശ്രൂഷ ഇരുത്താനും. റൈറ്റ് ഓർണോ? എല്ലാവരും വളരെ ശാന്തമായിട്ട് വളരെ അടുത്ത് എന്തായിരിക്കും ചോദിച്ചിരിക്കുക എനിക്കറിയാം. പക്ഷേ നല്ല ക്ലോസിങ് നല്ലതായിരിക്കും കേട്ടോ. സോ പോയിന്റ് നമ്പർ 1 എന്തുവാ? നെവർ ഷെയർ യുവർ ചാലഞ്ചസ് വിത്ത് എവരിവൺ. ഇനി ഒന്നുകൂടെ വായിക്കാം, 37. Number 2, you need someone or a few to share with. എന്താ കാര്യം? നമുക്ക് ആവശ്യമുണ്ട്. നമ്മൾ മനുഷ്യരല്ലേ. ഗുരുവിന് ആവശ്യമുണ്ടെങ്കിൽ എനിക്ക് ആവശ്യമില്ലേ? പക്ഷേ അവൻ മുൻപോട്ട് പോയപ്പോൾ എല്ലാവരും പറഞ്ഞില്ലെങ്കിലും അവന് ട്രസ്റ്റ് ചെയ്യാൻ കൊള്ളാവുന്ന ചിലരെ കണ്ടുപിടിച്ചവൻ. എന്തിനാ യോഹന്നാനെയും യാക്കോബിനെയും പത്രോസിനെയും മാത്രം കൊണ്ടുപോയത്? അവരെ കുറിച്ചുള്ള പിതാവിന്റെ വിളി അവൻ അറിയാം. പറയാമോ? നമ്മെ ചിലവർക്കൊക്കെ ആശ്വാസമായും ചിലതിനൊക്കെ നമ്മെ ഉപയോഗിക്കുന്നത് നമ്മുടെ മേലുള്ള വിളിയാ വിഷയം. യാക്കോബ് അല്പസമയം കൊണ്ട് കഴുത്ത് വെട്ടിപ്പോയി. പത്രോസ് അവസാനം ക്രൂശ് തലകീഴായി
ജീവൻ കൊടുത്തു കർത്താവിന് വേണ്ടി. പക്ഷെ ഞാൻ പറയട്ടെ, രക്തസാക്ഷിയാകുന്നതിനേക്കാൾ ഭീകരമായ വിഷയമായി രക്തസാക്ഷിയായി ജീവിക്കുന്നത്. മനസ്സിലായോ? എന്താ കാര്യം? ഒന്ന് കഴുത്ത് വെട്ടി അന്നേരമുള്ള കുഴപ്പമല്ലേ ഉള്ളൂ. ആരും വിടുന്നില്ല. നിങ്ങൾ ആരുടെ വെട്ടത്തടി ഇവിടെ നിന്ന് വെട്ടാനാ? വെട്ടണി പിന്നെ ബീഹാറിൽ വല്ലതും പോകും. അറിയത്തില്ല കേട്ടോ. ഒറ്റ വെട്ടിന് യാക്കോബ് കഴിഞ്ഞു. എന്നാൽ യോഹന്നാനോ പത്മോസിന്റെ ഏകാന്തതയിൽ കൂട്ടിനും കൂട്ടായ്മയ്ക്കും ആരുമില്ല. ഒരു സഭയുടെ പാസ്റ്ററാ, സീനിയറാ, എല്ലാത്തിലും കർത്താവിന്റെ കൂടെ നടന്നപ്പോൾ ഒറ്റപ്പെട്ടു പോയി. അവനെ യേശു നേരത്തെ തിരഞ്ഞെടുത്തു. ഞാൻ മുൻപോട്ട് പോട്ടെ പെട്ടെന്ന്. സോ നമ്പർ 1, കമോൺ, ജീവിതത്തിലെ പ്രതിസന്ധികൾ എല്ലാവരോടും പറയരുത്. നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടോ വിഷയം? 2, നമ്മുടെ ഭാരം, സങ്കടം പങ്കുവെക്കുവാൻ ചിലരെ ആവശ്യമുണ്ട്. നിങ്ങൾ എന്ത് പറഞ്ഞിട്ടും ഒന്നും പറയുന്നില്ലല്ലോ ആരും. ഒരു ദേവദാസൻ, ഞങ്ങൾ ഒന്നിച്ച് യാത്ര ചെയ്തപ്പോൾ, ഒരു സീനിയറാ, ഒരു വലിയ സീനിയർ എന്ന് പറഞ്ഞാൽ ശുശ്രൂഷ വളരെ പ്രായം ചെന്ന ദേവദാസൻ, ന്യൂയോർക്കിൽ വെച്ച ഡ്രൈവർ എന്നോട് ഞാൻ പറഞ്ഞു, പക്ഷേ നിങ്ങളൊക്കെ ചെറുപ്പമാണ്, പല വിഷയങ്ങൾ പറഞ്ഞിട്ടാ. പക്ഷെ അതേപോലെ കഴിഞ്ഞ ഇത്രയും വർഷക്കാലത്തെ ശുശ്രൂഷ എനിക്കൊരു കാര്യം മനസ്സിലായി. നമ്മുടെ കാര്യം ഒന്ന് തുറന്നു പറയാൻ ഒരു ശുശ്രൂഷകൻ പോലുമില്ല. യെസ്, നമ്മുടെ കാര്യം നമ്മെ ഒന്ന് മനസ്സിലാക്കുവാൻ ഒരു കാര്യം പറഞ്ഞാൽ അത് മനസ്സിലാക്കി ഒന്ന് നമുക്കൊന്ന് പ്രാർത്ഥിക്കാൻ ഒരു സീനിയർ ശുശ്രൂഷകൻ പോലുമില്ല. അതിലൊക്കെ എത്ര നല്ലതാ കത്തോലിക്കാരല്ലയോ? കുംഭസാര രഹസ്യം അത് അറിയുന്നില്ലല്ലോ. ഇത് തല പോയാലും അങ്ങനെ ക്ലർജി എത്തിക്സ്, അതാ നോക്കുക, ഇംഗ്ലീഷ് വല്ലപ്പോഴൊക്കെ പറഞ്ഞു തന്നെ, ക്ലർജി എത്തിക്സ് അത് അങ്ങനെ വേണ്ടത്. നമ്മളെല്ലാം ക്ലർജിമാരാ, ഇരിപ്പ് കണ്ടാലും അറിയാം. മുന്നോട്ട് പോട്ടെ. 38 ഒന്നുകൂടെ വായിച്ചാൽ 38. മതി, ഓപ്പൺ അപ്പ് വിത്ത് ദം. 1, ആരോടും പറയാതെ മുൻപോട്ട് പോയി. 2, ചിലരെ തിരഞ്ഞെടുത്തു. 3, അവരോട് ഹൃദയം തുറന്നു. എന്താ തുറന്നില്ലെങ്കിൽ വിങ്ങിപ്പൊട്ടും. എന്തുകൊണ്ടാണ് ഈ ഹാർട്ട് അറ്റാക്കും BP ഒക്കെ കൂടുന്നത്? ഞാൻ ഈ ജീവിതത്തിൽ ചില കാര്യങ്ങളായി പറയും. പല അസുഖത്തിൻ്റെയും കാര്യം എന്തുവാ, ബാക്ക്ഗ്രൗണ്ട് എന്തുവാ? ഫ്രസ്ട്രേഷൻ. നമുക്ക് ആരോടും ഷെയർ ചെയ്യാൻ വയ്യാതെ ഹൃദയത്തിൽ വെക്കുന്ന ഭാരങ്ങൾ നമ്മുടെ ശരീരത്തിൻ്റെ അവയവങ്ങളെ ഇത് ബാധിക്കും. സോ ഓപ്പൺ അപ്പ്. ആരുമായിട്ട്? വിശ്വസിക്കാൻ കൊള്ളാവുന്നവരുമായിട്ട്. അതാ കൂട്ടായ്മ എന്ന് പറയുന്നത്. എൻ്റെ ഒരു ബ്രദറുണ്ട്, ടെന്നസിയിലാ, നമ്മുടെ റോയ് ബ്രദറിനൊക്കെ അറിയാം. അദ്ദേഹത്തിന് എന്തെങ്കിലും കുഴപ്പമുണ്ടായാൽ ഇതൊക്കെ പറഞ്ഞാൽ എൻ്റെ ചേട്ടൻ ഇങ്ങനെയൊക്കെ ഞാൻ ഇവിടെ പറയുമോ?
എഴുന്നേറ്റ് നിൽക്കുന്ന വചനം പറയുന്നതിന് മുമ്പ് എൻ്റെ ചേട്ടനെ പറ്റി ഞാൻ പറയുമോ? എന്താ കാര്യം? നമ്മളോ ഒരു ദൂതൊക്കെ ഒന്ന് ഏറ്റെടുത്തേ. ഹല്ലേലൂയ. വിശ്വസിക്കാൻ കൊള്ളാവുന്നവർ ഷെയർ ചെയ്യണം. ഒരുപക്ഷെ അവര് നിങ്ങളുടെ അവസ്ഥ അറിഞ്ഞ് നിങ്ങൾക്ക് വേണ്ടി ഇടിവിന്ന് പ്രാർത്ഥിക്കാൻ സാധ്യതയുണ്ട്. ഇത് ദൈവത്തിന്റെ സെറ്റപ്പാണ്. ദൈവങ്ങളെ, ദൈവം അങ്ങനെയാണ് നമ്മെ ആക്കിയിരിക്കുന്നത്. അതാ സഭയാ ഭവനത്തിന്റെ പ്രത്യേകത. ഒരു കാര്യം മാത്രം, ട്രസ്റ്റ് ചെയ്യാവുന്നവരോട് മാത്രമേ ഷെയർ ചെയ്യാവൂ. അവനവന്റെ ഹൃദയം എന്ത് ചെയ്തു? നമ്മുടെ കമ്മ്യൂണിറ്റിയിൽ ഹൃദയം തകർന്ന ഒത്തിരി പേരുണ്ട്. കമ്മ്യൂണിറ്റി നമ്മുടെ സഭയിൽ പോലും ഉള്ളവരെ അറിയത്തില്ലല്ലോ നമുക്ക്. കമോൺ കമോൺ കമോൺ. ആരെയൊക്കെ ഒന്ന് സഹായിക്കാൻ വേണ്ടി നമുക്ക് അത് വലിയ താല്പര്യമൊന്നുമില്ലല്ലോ. ഹലോ, നമുക്ക് കർത്താവ് വന്ന ഉടനെ വലിഞ്ഞു കയറി അങ്ങ് പോകാതിരിക്കുമല്ലയോ? പറഞ്ഞ് മനസ്സിലായില്ല, ആ ഭാഷ മനസ്സിലായില്ല. ഇവിടെ വെച്ച് ചില കാര്യം ചെയ്യുവാൻ നമ്മെ എന്ത് ചെയ്യും? ആക്കിയിരിക്കുക. ചില ബ്രോക്കൺ ഹാർട്ട്സിനെ കൈ കൊണ്ട് തന്നിട്ട് നിങ്ങൾ എങ്ങനെ ആ മുറിവ് കെട്ടുന്നതെന്ന് നിങ്ങൾക്കറിയാമോ? ഞാൻ കഴിഞ്ഞ ആഴ്ച പറഞ്ഞ അവൻ ആകാശത്തിലെ നക്ഷത്രങ്ങളെ എണ്ണുന്നു, അവയ്ക്കൊക്കെയും അത് മാത്രമേ ഉള്ളൂ മുറിവ് കെട്ടുന്നു. അവൻ ഇറങ്ങി വന്ന് കെട്ടുമോ? അവൻ ചിലരെ അതിനുവേണ്ടി നിയോഗിച്ചാക്കിയിട്ടുണ്ട് ദേവസഭയിൽ. ഈ കമ്മ്യൂണിറ്റിയിൽ ചില വ്യക്തികളെ ദൈവത്തിന് ആവശ്യമുണ്ട് ബ്രോക്കൺ ഹാർട്ട്സിനെ മുറിവ് കിട്ടാൻ. എന്തുകൊണ്ടാണ് യേശു തമ്പുരാൻ ഷെയർ ചെയ്തത്? അവർ തന്നെ വഹിക്കാൻ വയ്യത്. ഇത് അവന്റെ വിഷയമൊന്നും അല്ല കേട്ടോ. എന്റെ കർത്താവിന് ഇങ്ങനെ ഗതസഭയിലേക്ക് കിടന്ന് വലിക്കേണ്ട ആവശ്യമൊന്നുമില്ല. എന്റെയും നിന്റെയും സാഹചര്യം അവിടെ കാണിക്കുന്നു. പലപ്പോഴും പലരുമൊക്കെ വിളിച്ചു പറയാറുണ്ട്, ഹൃദയം നൊന്ത് കരയെന്ന് ഞാൻ കേട്ടിട്ടുണ്ട്. അവരുടെ ഹൃദയത്തോട് നമ്മുടെ ഹൃദയം യോജിക്കുന്നില്ലെങ്കിൽ അവരുടെ വിഷയം കേൾക്കാൻ പോകരുത്. നമ്മളെ വെച്ചിരിക്കുന്ന ഈ ശുശ്രൂഷയാണെന്നറിയാം. നിങ്ങൾ മനസ്സിലായി ഞാൻ വിശ്വസിക്കുന്നു. ഞാൻ മുമ്പോട്ട് പോട്ടെ. ഈ ഒരു കാര്യം പറയാം. ഞാൻ കഴിഞ്ഞ ദിവസം നോക്കിയത് നമ്മുടെ വാച്ച്മാനിയുടെ പുസ്തകമുണ്ട്, സ്പിരിച്വൽ മാനോ എന്നല്ല. ഞാൻ ഇന്നലെ വായിച്ച, പക്ഷെ മറന്നുപോയി എന്ന് പറഞ്ഞു. വാച്ച്മാനിയുടെ എല്ലാ ഉപദേശമൊന്നും ഞാൻ ഫോളോ ചെയ്യത്തില്ല, പക്ഷെ നല്ലൊരു ഭക്തനായിരുന്നു. 18 വർഷം ക്രിസ്തു നിമിത്തം ജയിൽ അടയ്ക്കപ്പെട്ട വ്യക്തിയാണ്. ഒരു ദൈവഭക്തൻ എന്ന നിലയിൽ ദൈവത്തോട് പറഞ്ഞു, എൻ്റെ ദൈവമേ, ഈ സെല്ലിൽ എൻ്റെ വിഷയമൊന്ന് ഷെയർ ചെയ്യാൻ ഒരു വ്യക്തിയും ഇല്ലല്ലോ. എനിക്ക് വാച്ച്മാൻ ചെയ്യാനുള്ള വിഷയം നമ്മളാ. അങ്ങനെ പുള്ളി പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നപ്പോൾ ദൈവാത്മാവ് ഉള്ളിൽ സംസാരിച്ചു. അടുത്ത സെല്ലിൽ ഒരു യങ് ക്രിസ്ത്യനുണ്ട്, ഒരു പയ്യൻ. താൻ മനസ്സിലാക്കിയ ഒരു കൊച്ചു പയ്യനാ. ഞാൻ ആരാ? 18 വർഷമായി ഇവിടെ ഞാൻ ഇവൻ. പക്ഷെ ആ പുസ്തകത്തിൽ എഴുതി വെച്ചിരിക്കുന്ന, ഞാൻ ഇവിടെ എഴുതി വെച്ചിട്ടുണ്ട്, he wrote, fellowship with that young man was the deepest fellowship I ever had in my life. മനസ്സിലായോ? ആ ചെറിയ, ഞാൻ
ഒരു പയ്യൻ ചെറുക്കനെന്നു പറയുന്ന ആ വ്യക്തിയോടുകൂടെ ദൈവം എന്നെ അടുപ്പിച്ചപ്പോൾ എൻ്റെ ജീവിതത്തിൽ ഏറ്റവും വളരെ സന്തോഷമുള്ള കൂട്ടായ്മ അതായിരുന്നു. നിങ്ങൾ എന്നോട് സഹകരിക്കുന്നൊന്നുമില്ല, ഇത്രയൊന്നും തോന്നണം പോരാ. ഞാൻ പലപ്പോഴും പറയുന്നൊരു കാര്യം പറയുന്നുണ്ട്, നിത്യതയോടുള്ള ബന്ധത്തിൽ ചില ജീവിതങ്ങളെ ദൈവം കൂട്ടുമുട്ടിക്കും. അത് മനസ്സിലായവർ മാത്രമേ ഒന്നിച്ച് നിൽക്കത്തുള്ളൂ. ഒരാൾ മാറിപ്പോകുമ്പോൾ പാസ്റ്റേഴ്സ് എന്ന നിലയിൽ നമുക്ക് പ്രയാസമുണ്ട്, നമുക്ക് പ്രയാസം. പക്ഷേ നിത്യതയോടുള്ള ബന്ധത്തിൽ കൂടെ നിൽക്കുവാൻ ദൈവം യോജിപ്പിച്ചവൻ ഒരിക്കലും മാറിപ്പോവുകയില്ല. പത്ത് 45 ശുശ്രൂഷ ഞങ്ങൾക്കറിയാം. ഞങ്ങളുടെ കുഞ്ഞിന് ഫീസ് കൊടുക്കാനില്ലാതെ ആഹാരം കഴിക്കാതെ, മൂത്തവള കാര്യം പറഞ്ഞു കേട്ടോ, അതുകൊണ്ട് ആയിരിക്കും കുറച്ച് മണ്ണ കൊടുത്തത് ദൈവം. ഫീസ് കൊടുക്കാതെ സ്കൂളിൽ വിടാതിരുന്നപ്പോൾ, ഒരു വർഷം നഷ്ടപ്പെട്ടപ്പോൾ, തളർന്ന് വീണിട്ട് പോയി എടുത്തോണ്ട് വന്നപ്പോൾ അതേ മാസം കൂട്ടുവേലക്കാരൻ്റെ മക്കളുടെ ഫീസ് കൊടുത്തു ഞാൻ. പക്ഷെ സാഹചര്യം വന്നപ്പോൾ അവരൊക്കെ വിട്ടുപോയി എന്ന് വിചാരിച്ച് കർത്താവിനെ ശുശ്രൂഷ നിർത്തിയില്ലേ? നിന്നെ മനസ്സിലാക്കുന്നവരെ നീ കണ്ടുപിടിക്കണം. കമോൺ ഒന്ന് സൂചിച്ചേ. ഈ പയ്യനോട് എന്തോ ഷെയർ ചെയ്യാനാ? ദൈവം പയ്യനെ ആക്കിയെങ്കിൽ അവനെ മനസ്സിലാക്കണം. നമ്മൾ കണ്ടത് വെച്ച് വിധിക്കുന്നവരാ. കമോൺ നമ്മള് കണ്ടത് വെച്ച് വിധിക്കുന്നവരാ. ദൈവം അത് അനുവദിച്ചിട്ടില്ല. ഞാൻ എൻ്റെ മക്കളെ മുൻപോട്ട് പോട്ടെ. ഡൽഹിയിൽ വലിയൊരു ലീഡേഴ്സ് മീറ്റിംഗ് നടന്നു. സമയം പോയല്ലോ. താങ്ക് യു. അതിൽ ഒത്തിരി പേര് വന്നു. എന്നെ പിടിച്ച് ഞാനും പോയി. പാസ്റ്റേഴ്സ് മാത്രമേ ഉള്ളൂ. ഇങ്ങനെ ഇരിക്കുമ്പോൾ ഒരു ലേഡി എഴുന്നേറ്റ് മുമ്പോട്ട് വന്നു. ഞാൻ ആ ഒരു അല്പം സൂക്ഷിക്കാൻ പോകുന്ന അതിന് മുമ്പത്തെ കാര്യമായി. എനിക്ക് ആ പുള്ളിക്കകത്തിൻ്റെ വരവ് കണ്ടപ്പോഴേ ഇഷ്ടപ്പെട്ടില്ല. ആ ഡ്രസ്സും ആ വരവും. ബാക്കി മനസ്സിലായല്ലോ നിങ്ങൾ? എൻ്റെ അടുത്തിലേക്ക് ആ വരുന്നെന്ന് പോലും എനിക്കറിയത്തില്ലായിരുന്നു. വന്നെന്നോട് തലയൊന്നും കൈവച്ചില്ല. എൻ്റെ അടുക്കൽ വന്ന് എൻ്റെ പേര് വിളിച്ചു. ദൈവം ഞാനുമായി ദൈവാത്മാവിൻ്റെ എൻകൗണ്ടർ ഉണ്ടായപ്പോൾ ബ്രദറിന് വേണ്ടിയുള്ള ദൂത് ദൈവം എന്നെ പരമേൽപ്പിച്ച് ഷെയർ ചെയ്യാൻ പോകാൻ. അന്നത്തെ പലതും ഇന്നും നടക്കാൻ പോകുന്നേ ഉള്ളൂ. ഇപ്പൊ നമ്മൾ വിധിക്കുന്ന പോലാണോ? ഒന്ന് സോദരൻ പറഞ്ഞേ. ഇന്നാണ്ട് പുള്ളി വെള്ളം ഇട്ടിരിക്കുന്നു. ഞാനിവിടെ നിങ്ങൾക്ക് അറിയാമെന്ന് ഞാൻ പറയാം. ഞാൻ ഇപ്പോഴാകെ നിർത്തി. ഇതും എന്തുവാ ഓവർ ഹെഡും ഡൗൺ ഹെഡും എല്ലാം നിർത്തി. ചില ഇലസ്ട്രേഷൻ വെച്ച് ഞാൻ കഴിഞ്ഞ ദിവസം ഈ കയറിൻ്റെ കാര്യം പറഞ്ഞ പോലെ ഇപ്പോഴും ഉണ്ട്. ആ ഫേസ്ബുക്കിൽ ഇങ്ങനെ അമ്പും ബെല്ലും വെച്ചുകൊണ്ടിരിക്കുന്ന ഫോട്ടോയൊക്കെ. മനുഷ്യനുണ്ടാകുന്ന വ്യത്യാസം കാണിക്കാമെന്ന് വിചാരിച്ചിട്ട് ഞാൻ പ്രസംഗ സമയത്ത് പ്രസംഗത്തിന് അകത്തോട്ട് പോയി വേറൊരു കോട്ടൊന്ന് മാറ്റിയിട്ടു. അതുകൊണ്ട് ഒരു ഫാമിലി ഇവിടുന്ന് പോയി. നിങ്ങൾ ചിന്തിച്ചു നോക്കി. പറഞ്ഞാണോ പുള്ളി സ്റ്റേജിലും ഡ്രസ്സ് മാറുന്ന ആളാ, അത്ര വലിയ ആളാ. നോക്കട്ടെ. അപ്പൊ ഏത് ദൂത് അതല്ല എൻ്റെ അടുത്തത്. നിങ്ങളൊന്നും മിണ്ടാതിരിക്കുന്നു. ഈ സമയം നടന്ന കാര്യമാണ് പറഞ്ഞു. ഞാൻ മനുഷ്യന് പുതുക്കം വരുമ്പോൾ ഒരു വ്യത്യാസം കാണിക്കാൻ വേണ്ടിയിട്ട് ഞാൻ ചെയ്തതാ.
ഇങ്ങനെ കറുത്ത കോട്ട് മാറ്റിയിട്ട് വെള്ള കോട്ട് എടുത്ത് ഇട്ടോണ്ട് പോകുന്നതിന് പോലെ. പുള്ളി സ്റ്റേജിലും ഇങ്ങനെ കോട്ട് മാറിക്കൊണ്ടിരിക്കുന്ന വലിയ പുള്ളിയാ എന്ന് പറഞ്ഞിട്ട് ഈ പട്ടണത്തിൽ പുള്ളിയുണ്ട്. അപ്പൊ നമ്മൾ എന്തിനാ വരുന്നത്? ദൂത് കേൾക്കാനാണോ കോട്ട് നോക്കാനാണോ? ഒരു സ്വതന്ത്രം എന്ന് പറഞ്ഞേ. കഴിഞ്ഞ ദിവസം ഒരാൾ പ്രസംഗിക്കുന്ന കേട്ടു, ഈയിടെ കുറെ പാഷ്മാറുണ്ട് ജാക്കറ്റേ എടുത്തുള്ളൂ. ഇത് ആ ഇത് ഭാവമാണ്. എങ്ങനെ ജീവിക്കുമെന്ന് പറ. അത് വിടുന്നില്ലല്ലോ. ഞാൻ പറയട്ടെ, അയ്യോ അമ്മ പോവാന്നോ? ഞാൻ അറിയാതെ പറഞ്ഞു പോയതല്ലേ. മറ്റുള്ളവരെ നോക്കിയല്ലേ ജീവിക്കേണ്ടത്. ദൈവസന്നിധിയിൽ പ്രാഗൽഭ്യം ഉണ്ടാകണം. എങ്ങനെങ്കിലും ജീവിച്ചോളാം ഞാൻ പറഞ്ഞില്ല കേട്ടോ. വ്യവസ്ഥയുണ്ട് ഇവിടെ. ഈ പുസ്തകം കയ്യിലുള്ളിടത്തോളം കാലം എങ്ങനെയെങ്കിലും ജീവിപ്പാൻ വ്യവസ്ഥയില്ല. നമ്മുടെ കമ്മ്യൂണിറ്റി വിടത്തില്ലെന്ന് ഞാൻ പറഞ്ഞുള്ളൂ. പ്രൈസ് ദി ലോർഡ്. അതുകൊണ്ട് ഷെയർ ചെയ്യാൻ പറ്റാവുന്നവരെ കണ്ടുപിടിക്കണം. അവരുടെ കാര്യങ്ങൾ തുറന്നു പറയണം. അത് ദൈവം നമുക്ക് വേണ്ടി ഒരുക്കിയിരിക്കുന്ന വിഷയമാണ്. 26:39. മതി. അടുത്തത്, അവൻ തോട്ടത്തിൽ വന്നു, ശിഷ്യന്മാരെ അവൻ ഇരുത്തിയിട്ട് മുൻപോട്ട് പോയി. എല്ലാ കാര്യങ്ങളും എനിക്ക് നിങ്ങളോട് പറയാൻ പറ്റത്തില്ല. അവൻ ചിലരെ തിരഞ്ഞെടുത്തു, പിതാവിന്റെ ഇഷ്ടപ്രകാരം വിളിയുള്ള ചിലരെ മാറ്റിയെടുത്തു. അവരോട് ഹൃദയം തുറന്നു, ഹൃദയത്തിന്റെ വേദന അവരുമായി ഷെയർ ചെയ്തു. അവരും കഴിഞ്ഞിട്ട് അവൻ മുൻപോട്ട് പോയി. You need a time of loneliness. ഒറ്റപ്പെട്ടു പോകുന്ന സാഹചര്യം ആവശ്യമാണ്. ആരും നല്ല സ്തോത്രം പറഞ്ഞില്ല. ഇറ്റ്സ് ഗോഡ് സെറ്റ്. എല്ലാവരും കൂടെ ഉണ്ടെങ്കിലും ഒറ്റപ്പെട്ടു പോയി തോന്നിട്ട് ആരെങ്കിലും ഉണ്ടോ അവിടെ? ഫാമിലിയുമുണ്ട്, സ്പൗസസുമുണ്ട്, ചർച്ചുമുണ്ട്, എല്ലാവരും ഉണ്ട്. കർത്താവേ, ഞാനെങ്ങനെ ഈ ലോൺലി ആയി പോയത്? യെസ്, ഇറ്റ് ഈസ് ഗോഡ് സെറ്റിൽമെന്റ്, സെറ്റപ്പ്. ഗുരുവിന് വേണമായിരുന്നു, പിന്നെ നിനക്ക് വേണ്ടായോ? അപ്പൊ ബാക്കി എങ്ങനെ എഴുതിക്കുന്നത്? അവൻ മുൻപോട്ട് ചെന്ന് കവണ് വീണു. അവിടെ ആരില്ല? യോഹന്നാനുമില്ല, യാക്കോവുമില്ല, പത്രോസുമില്ല. ഇന്ന് പകൽക്കാലം ഞാൻ ദൂത് പറയട്ടെ, നീ ഏകാന്തതയിലാണെങ്കിൽ ദൈവത്തിന് അതിന് പിന്നിലൊരു പ്ലാൻ ഉണ്ട്. ഒരു ഭക്തനെ തൊട്ട് പറഞ്ഞിട്ട് പ്രാർത്ഥിക്കാൻ പോവാ. ഒന്നുകൊണ്ട് പറഞ്ഞിട്ടുണ്ടോ? നിർത്തുന്നില്ല. ദൈവം സാക്ഷി നിർത്തിയ ഒരു വ്യക്തി സ്വന്തം ഭാര്യ പറഞ്ഞു, എല്ലാവരും പറഞ്ഞാലും സഹിക്കാം. ആരും മിണ്ടുന്നില്ലല്ലോ. ഞാൻ വിചാരിച്ച സഹോദരന്മാരെങ്കിലും മിണ്ടുമായിരിക്കും. എല്ലാരും പറഞ്ഞാൽ സഹിക്കാം. രണ്ട്, അടുത്ത സ്നേഹിതരുണ്ട്, അവരാശ്വസിപ്പിക്കാൻ വരുന്നവരാ. അവരുടെ വാക്കുകൾ മുള്ളുപോലെ ഹൃദയത്തിൽ. നിങ്ങൾക്ക് അറിയാമല്ലോ വാക്ക്. ഞാൻ ഇയ്യോബിന്റെയോ കർത്താവിന്റെയോ കാര്യമല്ല പറയുന്നത്, നമ്മുടെ കാര്യമാണ് പറയുന്നത്. വ്യസനിപ്പിക്കുന്ന ആശ്വാസകന്മാർ.
അവസാനം ഹൃദയം അങ്ങ് വേദനിച്ച്, എൻ്റെ ദൈവമേ എനിക്ക് വയ്യ, അറിയാത്തതല്ല അങ്ങ് പറഞ്ഞു. ബൈബിളുള്ള ഇത്. അറിവ് കൂടാതെ ആലോചനയെ ഇരുളാക്കുന്ന ഇവനാര്? അപ്പൊ അറിവ് കൂടാതെ പലതും പറഞ്ഞോ? എൻ്റെ മക്കളെ, ദൈവമക്കളെ പറഞ്ഞു പോകും. ഒത്തിരി ഭക്തനൊന്നും നമ്മളാകണ്ട, പറഞ്ഞു പോകും. എൻ്റെ ദൈവമേ നീ എന്നെ അറിയുന്നില്ലയോ? ചോദിച്ചു, അറിയുന്നില്ലയോ? എനിക്കെന്താ ഈ ഏകാന്തത വന്നത്? ഒരു വ്യക്തി പോലെ എന്നെ ഒന്നും മനസ്സിലാക്കുന്നില്ലല്ലോ എന്ന് പറഞ്ഞു പോകും. It is there in the Gethsemane. യോബ് അവസാനം അവനെ ആശ്വസിപ്പിച്ചത് ജീവിതത്തിന്മേടുകളിൽ ഏകനെന്നു ചേർന്ന് പറയട്ടെ. മേടുകളിൽ ഏകനെന്നു ധൈര്യം നൽകി വചനം നൽകി, ഓ ധൈര്യം നൽകിയിടും വചനം നൽകി, നാഥൻ നടത്തിയ വിധങ്ങളോർത്താൻ നന്ദിയേ ഇരുന്നിടുമോ. നാഥൻ നടത്തിയ വിധങ്ങളോർത്താൻ നന്ദിയിടാതിരും നീടും. നിന്നെ ഏകാന്തത നിന്നെ ധൈര്യപ്പെടുത്തി നടത്തിയത് ഇതാ. ഈ ദൈവത്തെ സ്തുതിക്കാമോ? വീട്ടിലും ജീവിതത്തിലും ഭവനത്തിലും സഭയിലും ആരുമില്ലെന്ന് തോന്നിയപ്പോൾ നിന്നെ ധൈര്യപ്പെടുത്തുന്നത് ഈ വചനമല്ലേ? പലരും പിന്മാറ്റത്തിൽ പോയപ്പോൾ നീ നിന്നത് ഈ വചനം നിർത്തുകൊണ്ടാ. ദൈവവചനത്തിനായി സ്തോത്രം. ഈ വചനമില്ലായിരുന്നെങ്കിൽ എവിടെ പോയി അവസാനിക്കുമായിരുന്നു? എവരിതിങ് ഓക്കെ ആയിരുന്നോ? ജീവിതത്തിൽ യുദ്ധമില്ലായിരുന്നു, യുദ്ധക്കളത്തിലല്ലായിരുന്നോ? ഒരു വ്യക്തി പോലും നിന്നെ മനസ്സിലാക്കാനില്ലായിരുന്നപ്പോൾ നീ തളർന്ന് താളടിയായി പോയില്ലേ? ഇതല്ലയോ ധൈര്യപ്പെടുത്തി നിർത്തിയത്? 36-39 വായിച്ചേ, ഒന്ന് വായിക്കാമോ? മതി. ഏകാന്തതയിൽ ആരുണ്ട്? അപ്പൊ ആര് വലിയ ഏകാന്തതയാണോ അത്? നോ. നേരെ തിരിച്ച് അവൻ ഉണ്ടെന്ന് നിന്നെ ഗ്രഹിപ്പിക്കുവാൻ കൊണ്ടുപോയ ഇടമാണ്. എല്ലാവരും വിട്ടുപോയപ്പോൾ ഒരു 38 അധ്യായം ഇയ്യോബിന്റെ ജീവിതത്തിലുണ്ടായി. യോബേ, നിനക്കറിയാമോ? കാട്ടാടുകളുടെ പ്രസവകാലം നിനക്കറിയാം. സിംഹങ്ങളും സിംഹിയും ഇരകിട്ടാതിരിക്കുമ്പോൾ അവയ്ക്ക് ആഹാരം കൊടുക്കുന്ന ആരെന്നറിയാമോ? ഒരു സ്വന്തം പറഞ്ഞേ, കരയുന്ന കാക്കക്കുഞ്ഞിന് നീ ഏകാന്തതയിലല്ല, ഞാൻ നിന്നോട് കൂടെയുണ്ട്. പിതാവേ, ദൈവമക്കളെ, ഈ ലോകത്തിൽ ഒരു റിലിജിയനും ഈ മഹത്വകരമായ പദവിയില്ല. ഏതാ? അവര് ദൈവമേ എന്നൊക്കെ വിളിക്കുമായിരിക്കും, എന്നാൽ പിതാവേ എന്ന് വിളിക്കാൻ നമുക്ക് മാത്രമേ ഉള്ള യോഗ്യത. എന്റെ അപ്പച്ച എന്ന് വിളിക്കാൻ, എന്റെ സങ്കടത്തിന്റെ സമയത്ത്
എന്റെ ഏകാന്തയുടെ സമയത്ത് എപ്പച്ചോ എന്ന് വിളിക്കുവാനുള്ള സൗഭാഗ്യം അത് തന്നതോർത്ത് ഞാൻ എൻ്റെ ദൈവത്തെ സ്തുതിക്കുന്നു. ഇത്ര ശ്രേഷ്ഠതയുള്ള ഒരു ദൈവദിനമാണ്. ഒരു സഹോദരനൊക്കെ പറയണേ, നമുക്കൊരു ദൈവമുണ്ട്, നമുക്കൊരു പിതാവുണ്ട്. ഞാൻ പറയട്ടെ, ഓരോ ഭക്തനും പ്രാർത്ഥിക്കുമ്പോൾ അഡ്രസ് ചെയ്യേണ്ടത് പിതാവേ എന്ന് പറഞ്ഞ ആ ബന്ധത്തിലാണ് ഗെത്സമനയിൽ നമുക്ക് ചെയ്തത് ഇന്ന് ഈ തോട്ടത്തിലായിരിക്കുന്നത്. ഈ അവിടെ എന്തിനാ ഈ 4 സുവിശേഷങ്ങളൊക്കെ ഒന്ന് പോരായിരുന്നു? ഏതായാലും 3.5 വർഷത്തെ കാര്യം എഴുതി, ഒരു സുവിശേഷം പോരായിരുന്നു. 4 പേർക്കും 4 വെളിപ്പാടാണ് കിട്ടും. ഒന്നിൽ എഴുതാത്ത വേറെടുത്ത് മർക്കോസിൽ എഴുതിയിട്ടുണ്ട് 14. അതോടൊന്ന് വായിച്ച്. മർക്കോസ് 14:36. പെട്ടെന്ന് വായിക്കണേ. മർക്കോസ് 14:36. എന്തോ മതി ഒന്നര വായിച്ചേ. പിതാവേ, നിനക്ക് എല്ലാം കഴിയും. ഐ നോ യു ആർ എൻ ഏബിൾ ഗോഡ്. എന്തിനാ അവനെ വിളിക്കുന്നത്? All things are possible with him. ഇന്ന് പകൽക്കാലം ഈ ധൈര്യത്തോടെ അവരെ വിളിക്കുന്ന ആരെങ്കിലും ഉണ്ടോ? നമ്മുടെ ആലയങ്ങൾ പിതാവേ എന്നും യേശുവേ എന്നുള്ള വിളിയാൽ നിറയട്ടെ. പിതാവേ, ഞാൻ നിന്നെ വിളിക്കുന്നത് എനിക്കൊരു കാര്യം അറിയാം, നീയിലേക്കുള്ള സകലവും കഴിയും. ഇന്ന് പകൽക്കാലം ഏതെങ്കിലും വിഷയത്തിൽ ഭാരപ്പെടുന്ന ആരെങ്കിലും ഉണ്ടോ? എൻ്റെ ജീവിതത്തിൻ്റെ ഈ വിഷയങ്ങൾ എങ്ങനെയാണ് സാധിക്കുന്നത്? ഞാനൊരു ടേണിംഗ് പോയിന്റിലാണ് നിൽക്കുന്നത്, ഇത്രയും പ്രശ്നമുണ്ടല്ലോ. മറുപടി, കഴിവുള്ളവൻ കൂടെയുണ്ട്. His name is Able God. കഴിവുള്ള ദൈവം. ഞാൻ എൻ്റെ വാക്ക് ചുരുക്കാൻ പോവുകയാണ്. എന്ന് വിചാരിച്ച് നിർത്താൻ പോവല്ല. ആ പ്രാർത്ഥന കാണും, പിതാവേ, എൻ്റെ ഹിതമല്ല നിന്റെ ഇഷ്ടം. അങ്ങനെ പ്രാർത്ഥിക്കുന്ന ആരെങ്കിലും ഉണ്ടോ? ഞങ്ങളൊക്കെ ഓഫീസ് ജോലി ചെയ്തപ്പോൾ ഒത്തിരി വിഷയങ്ങൾ ടൈപ്പ് ചെയ്ത് വലിയ ആളിനോട് പോയി സൈൻ ചെയ്യാൻ പറയത്തുള്ളൂ. അവർ വായിച്ചു നോക്കത്തൊന്നുമില്ല. കാരണം ഈ എഴുതിയ പുള്ളി അവർക്ക് വിശ്വാസമാണ് എന്ന് പറഞ്ഞ പോലെ നമ്മളും. മനസ്സിലായില്ല. അപ്പം ഇങ്ങോട്ട് സൈൻ ചെയ്യാമോ? ഇത് വായിച്ചു നോക്കൊന്നും വേണ്ട. മനസ്സിലായില്ല. ഇതെനിക്ക് ആവശ്യമുള്ളതാണ് എഴുതിക്കുന്നത്. പക്ഷെ ഇങ്ങോട്ടൊന്ന് അതില്ലയോ, ക്ലെയിം ഇറ്റ്. ഇന്നത്തെ പുതിയ മിനിസ്ട്രിയാ, ക്ലെയിം ഇറ്റ്. നമ്മൾ കൊച്ചു ദൈവങ്ങളാ ക്ലെയിം ചെയ്യാൻ. ചിലർ പറയുന്നുണ്ട്, അയ്യോ പിടിച്ചു വെച്ച് സ്വത്തൊക്കെ പറയുന്നേ. അങ്ങനെ പിടിക്കാനും പോകണ്ട, വെള്ളം കുടിയാതെ പ്രാർത്ഥിക്കുകയും വേണ്ട. എന്തുവാ അതിന് പറയുന്നത്? കഠിനോപവാസം. അങ്ങനൊന്നും ബൈബിളില് ഉപവാസം എന്ന് പറയുന്നത് കഠിനമാക്കാനോ എങ്ങനെ കൃപ കിട്ടിയോ അങ്ങനെ പ്രാർത്ഥിച്ചോ ആരും അറിയണ്ടെന്നേ ഉള്ളൂ. ഉപവാസം എന്ന് പറയുന്നത് കൂടെ വസിക്കുക, അപ്പത്തിൻ്റെ അടുക്ക് പോയി മോനും ഒക്കെ ഒന്ന് ഇരിക്കുക. ആർക്ക് മനസ്സിലായാലും പലരും അങ്ങ് ഡൗൺ ആയി. ഞാൻ അടുത്ത് നല്ലൊരു പോയിന്റ് പറയാം. നിങ്ങളിത് ഏത് പ്രാർത്ഥനയിലും ഒരു കാര്യവും പറയണം, എൻ്റെ ഇഷ്ടം നടക്കരുത്.
പെന്തക്കോസ്ത് സഭകളിൽ പല വിഷയത്തിനും പ്രശ്നത്തിനും പരിഹാരം ഉണ്ടാകണമെങ്കിൽ ഈ പ്രാർത്ഥന ദൈവമക്കൾ പഠിക്കണം. And the last point, അതിൻ്റെ 46-ാമത്തെ വാക്യം. മതി. മുൻപോട്ട് പോയ വ്യക്തി ആരാ? The one who broken in his heart. ഒറ്റപ്പെട്ട മനുഷ്യൻ, തകർക്കപ്പെട്ട വ്യക്തി, നുറുക്കപ്പെട്ട അനുഭവം. പ്രവാചകൻ പ്രവചിച്ചില്ലയോ അത്? അവൻ തകർക്കപ്പെട്ടു, നുറുക്കപ്പെട്ടു എന്ന് യെശയ്യാ പ്രവാചകൻ 53-ൽ പറഞ്ഞ വ്യക്തിയായത്. അവൻ പറയാണ്, കമോൺ എഴുത നമുക്ക് പോവാം. ഇപ്പൊ ഉടനെ വിടുന്നില്ല. സ്പർജൻ പറയുന്നത് ഇറ്റ്സ് an order of a commander. പിശാചേ, ഞാൻ ഒറ്റപ്പെട്ടപ്പോഴും, ഞാൻ ഹൃദയം പൊട്ടി പറഞ്ഞപ്പോഴും, ഞാൻ ഹൃദയം വേദന എടുത്തപ്പോഴും, വിയപ്പ് രക്തമായി പോയപ്പോഴൊക്കെ നീ വിചാരിച്ച തോട്ടുന്നു. അയ്യോ, ആരും സ്വതന്ത്രം പറയുന്നില്ലല്ലോ. എഴുന്നേൽപ്പി, നമുക്ക് പോവാം. അതൊരു കമാൻഡർ പറയാ, സൈന്യങ്ങളുടെ ദൈവമായ യഹോവ. കാരണം ഇവിടെ പരാജയമല്ല, ഇവിടെ വിജയമാ. ഈ തോട്ടത്തിൽ ഒരുവനും പരാജയപ്പെടുത്തില്ല. ഇവിടെ അവനും പരാജയമല്ല, വിജയമാ. ഏതെല്ലാം പരാജയം ഗത്സമനിൽ വിജയമാണെങ്കിൽ സഭയാം തോട്ടത്തിലും വിജയമാ. വിശ്വസിക്കുന്നുണ്ടോ? എഴുന്നേക്ക്, നമുക്ക് പോകാം. എങ്ങോട്ടാ? മരണത്തിലേക്ക്, ക്രൂശിലേക്ക്. ഇത് വിജയമാണോ? ഓ, ഇത് അവന് മനസ്സിലായില്ല. ആർക്ക്? പിശാചിന്. ചില ദിവസങ്ങളായി കൊണ്ടു നിർത്തുന്ന ക്രൂശിയലാകട്ടോ ഏറ്റവും നല്ല പ്രസംഗ വിഷയം അതായോണ്ടാ. പരാജയപ്പെടുന്ന കൂട്ടമല്ല നമ്മള്. ഹൃദയവേദനയും ഞരക്കവും ഞെരുക്കവും ഒറ്റപ്പെട്ട അനുഭവവും പൊട്ടിപ്പോകുന്ന സാഹചര്യവും ആരുമില്ലാതെ ഒരു സന്ദർഭമൊക്കെ നമുക്ക് ലഭിച്ച ചില ക്ലാസ്സുകൾ മാത്രമാ ഒരു വിജയമുണ്ട്. നിശ്ചയം ഒരു വിജയം നിശ്ചയമാ. അങ്ങനെയെങ്കിൽ പറയാമോ, ജയത്തിൻ ഘോഷം, ഉല്ലാസഘോഷം. ഇന്ന് നിരാശയോടെ ഇന്ന് പോകരുത് ആരോട്. നിന്റെ ചോദ്യത്തിന് മറുപടി കിട്ടിയെന്ന് വിശ്വസിക്കാമോ? ഭക്തരുടെ കൂടാരത്തിൽ എന്നും പുതുഗീതമുണ്ട്. മഹത്വത്തിന്റെ രാജൻ സേനയിൽ. ഞാൻ ആദ്യം പറഞ്ഞല്ലോ, ക്രിസ്ത്യ ജീവിതം ഒരു ബാറ്റിൽ ഫീൽഡാന്ന്. ബാറ്റിൽ ഫീൽഡ് ആരാ മുമ്പ് പോകുന്ന അറിയാമോ? സേനാനായകൻ. ആരാ അത്? എവിടെയുണ്ട്? അങ്ങനെയാണ് നാം പിൻപിൽ പോയാൽ മതി, അവൻ മുൻപിൽ പോകുന്നുണ്ട്. മഹത്വരാജ് ഒന്ന് എഴുതേറ്റാമോ? സേനയിൻ വീരന അഭയം താനവർക്കെന്നുമേ, പാതാളമേ മരണമേ നിന്നോട് ജയമെവിടെ. കുഞ്ഞാട്ടിന്നിടം ഒട്ടകൻ ഭക്തർക്ക് സംഹാരകൻ കടന്നുപോയി. പാതാളമേ മരണമേ നിന്നോട് ജയമെവിടെ. കുഞ്ഞാട്ടിന്നിടം ഒട്ടകൻ ഭക്തർക്ക് സംഹാരകൻ കടന്നുപോയി. ജയത്തിൻ ഘോഷം ചൂടക്കുന്ന ഉത്സാഹത്തോടെ നമ്മൾ പോകാൻ പോവല്ലേ. ഇനി ഇന്നൊരു പാട്ടില്ല വേറെ. അപ്പൊ ജയത്തിൻ ഘോഷം, ഭക്തന്റെ കൂടാരത്തിൽ എന്നും പുതുഗീതം സന്തോഷമൊക്കെ ഉണ്ടെന്ന് പറഞ്ഞിട്ട് നമ്മളിങ്ങനെ വ്യസനിച്ചും ഉന്മേഷമില്ലാതൊന്നും പാടില്ല. ശരിക്കൊന്ന് പാടി ആരാധിച്ച് സന്തോഷത്തോടെ ഇറങ്ങി അങ്ങ് പോണം.
വെളിയിൽ പോകുന്ന നിൽക്കുന്ന സമയം കൂടെ നമുക്ക് ഇവിടെ ആരാധിച്ചാലോ? ആമേൻ. ഹലോ, ജയത്തിൻ ഘോഷം ഉല്ലാസഘോഷം ഭക്തരിൻ കൂടാരത്തിൽ എന്നും പുതുഗീതം മഹത്വരാജനായി സേനയിൻ വീരനായി അഭയം നാനാവർക്കെന്നുമേ മഹത്വരാജനായി സേനയിൻ വീരനായി അഭയം നാനാവർക്കെന്നുമേ അഗ്നിവിന്റെ അതിന്റെ കാവിയോയില്ല അഗ്നിയതിൽ ആഴിവേ നടക്കുന്നു അഗ്നിന്റെ ദഹിപ്പിക്കില്ല അതിന്റെ കാവിയോയില്ല അഗ്നിയതിൽ ആഴിവേ നടക്കുന്നു ജയത്തിൻ ഘോഷം ഭക്തരിൻ കൂടാരത്തിൽ എന്നും പുതുഗീതം മഹത്വരാജനായി സേനയിൻ വീരനായി അഭയം ദാനവർക്കെന്നുമേ മഹത്വരാജനായി സേനയിൻ വീരനായി അഭയം ദാനവർക്കെന്നുമേ ൂരിരുൾ പാതയിൽ വെളിച്ചമായവൻ നിനക്ക് കുട്ടിനു വറുപ്പൻ ഓരും വടിയും കൂടുന്നു കൂരിരുൾ പാതയിൽ നീ നടന്നാൽ വെളിച്ചമായവൻ നിനക്ക് കുട്ടിനു വറുപ്പൻ ഓരും വടിയും കൂടുന്നു ജയത്തിൻ ഘോഷം ഉല്ലാസഘോഷം ഭക്തരിൻ കൂടാരത്തിൽ എന്നും പുതുഗീതം മഹത്വരാജനായി സേനയിൻ വീരനായി അഭയം ദാനവർക്കെന്നുമേ മഹത്വരാജനായി സേനയിൻ വീരനായി അഭയം ദാനവർക്കെന്നുമേ ഭൂമിയും പണിയും അഴിഞ്ഞു പോകും നിലനിൽക്കും വചനം മരണം മാറും നാം വാഴും ജീവനിൽ കൺകൂടെ യുഗ യുഗമാമേ ഭൂമിയും പണിയും അഴിഞ്ഞു പോകും നിലനിൽക്കും തൻ വചനം
ഇതുവരെയും കേട്ടില്ലയോ? അത്രയും മതി. ഇനി അപ്പൊ ഇതുവരെ കേട്ടു അടയ്ക്കാൻ പ്രാർത്ഥിക്കാം. ഈ ദൂത മറന്നു പോകരുതേ. You need to know how to handle the situation, how to face the battle, how to face the unexpected thing. ഞാൻ സമയം തരുന്നത് നമ്മൾ ചോദിക്കാൻ വേണ്ടിയാ. പാപ്പച്ചനെ കേൾക്കാം, പ്രാർത്ഥിച്ചാൽ. സ്നേഹവാനും പരിശുദ്ധനുമായ ഞങ്ങളുടെ സ്വർഗ്ഗ പിതാവേ, അനുഗ്രഹീതമായ പകൽക്കാലം ജനമാകുന്ന ഞങ്ങൾക്ക് തിരുസന്നിധിയിൽ കടന്നു വന്നിരുന്ന കർത്താവിനെ മഹത്വപ്പെടുത്തുവാനും സ്തുതിക്കുവാനും കർത്താവിന്റെ വചനം ശ്രവിക്കുവാനും ദൈവസന്നിധിയിൽ ഞങ്ങളുടെ ഉള്ളകളെ പണിയുവാനും കർത്താവിനോട് നൽകിയതോടെ കന്യാമാസകാലങ്ങളൊക്കെയും കന്യാ ദിവസങ്ങളൊക്കെയും ഞങ്ങളെ അത്ഭുതകരമായി പരിപാലിച്ച ദൈവകൃപയെയും ദൈവസ്നേഹത്തെയും ഓർത്തുകൊണ്ട് നന്ദിയോട് സ്തോത്രം. ഞങ്ങളുടെ സമസ്തങ്ങളായിരിക്കുന്ന അനേകര് കഷ്ടത്തിലും ദുഃഖത്തിലും നെടുവീർപ്പിലും നിരാശയിലും കഴിഞ്ഞുകൂടുമ്പോൾ കർത്താവിനുള്ള പ്രത്യാശ ഞങ്ങളുടെ ജീവിതത്തിൽ തന്ന് ഞങ്ങളെ വഴി നടത്തുമ്പോൾ നന്ദിയോട് സ്തോത്രം ചെയ്തു. അവിടുത്തെ മാറ്റമില്ലാത്ത വാഗ്ദത്തങ്ങൾ വചനങ്ങൾ ഞങ്ങളുടെ ജീവിതത്തിൽ പോലും കർത്താവെ നൽകി തന്ന അവിടുന്ന് ഞങ്ങളെ ബലപ്പെടുത്തുന്ന ദൈവകൃപയ്ക്കായി അവിടുത്തെ ആത്മാവിനെ ശക്തിക്കായി ഞങ്ങൾ അങ്ങേ സ്തുതിക്കുന്നു, വാഴ്ത്തുന്നു. നിന്റെ കൃപയിലും പ്രത്യാശയിലും വിജയിച്ച് ജീവിപ്പാൻ ഗുണം ഞങ്ങളെ സഹായിക്കുമാറാകണമേ. ഞങ്ങളെ കേൾപ്പിച്ച ആലോചനകൾക്കായി നന്ദിയോട് സ്തോത്രം ചെയ്യുന്നു. ഞങ്ങളെ കർത്താവെ വേറിട്ട് കൊണ്ടുപോയി കർത്താവിന്റെ ശബ്ദം ഞങ്ങളെ നന്ദിയോട് സ്തോത്രം ചെയ്യുന്നു. എങ്കിലും കർത്താവെ ഞങ്ങളുടെ ജീവിതത്തിൽ ഞങ്ങളുടെ ഇഷ്ടമല്ല, ഞങ്ങളുടെ പിതാവിന്റെ ഇഷ്ടം പ്രവർത്തിക്കപ്പെടുവാൻ കർത്താവിന്റെയും ഞങ്ങളുടെ ജീവിതത്തിൽ സഹായിക്കുമാറാകണം. അതിനായി സമ്പൂർണ്ണമായ സമർപ്പണത്തോടെ ഏൽപ്പിച്ച് മുന്നോട്ട് യാത്ര ചെയ്യുവാൻ കൃപ നൽകുമാറാകണമേ. കടന്നു വന്ന നിന്റെ ജനത്തെ അനുഗ്രഹിക്കണമേ. സമാധാനത്തോടും ദൈവകൃപയോടും കൂടെ അയക്കുമാറാകണം. അടുത്ത ആഴ്ച കാലം ജീവിപ്പാനുള്ള ദൈവകൃപ ഉയരത്തിൽ നിന്ന് Thank you, Lord. വ്യക്തികളായി കർത്താവ് നൽകി പരിപാലിക്കുമാറാകണം. ആപത്തുകളും അപകടങ്ങളും നിറഞ്ഞ ലോകത്തിൽ സമാധാനം തിരിഞ്ഞു പോകുന്നതിന് മുമ്പ് ഒരു കാര്യം പറയട്ടെ. ഞാൻ ഈ സഭയിലെ ശുശ്രൂഷകനായിരിക്കുന്ന പാസ്റ്റർ മാത്യു ഉമ്മൻ, ഞങ്ങൾ രണ്ടുപേരും കുടുംബമായിട്ട്
നോർത്ത് ഇന്ത്യക്ക് പോകുന്നു, ഡൽഹിയിലേക്ക് വെക്കേഷനോ അല്ലെങ്കിൽ ആരെയും വിസിറ്റ് ചെയ്യാൻ വേണ്ടിയല്ല, മിഷൻ ഫീൽഡിന് വേണ്ടിയാണ് പോകുന്നത്. ഈ സഭ മിഷൻ പ്രവർത്തനത്തിൽ പോകുന്നവരെ പ്രാർത്ഥിച്ചയക്കാറുണ്ട്. ഒരു നല്ല സഹോദരനൊക്കെ പറയാം, അത് നിങ്ങളുടെ സമൂഹത്തോട് ആ സഹോദരൻ പറയിപ്പിക്കുന്നത്. അതുകൊണ്ട് നോർത്ത് ഇന്ത്യയിലെ സാഹചര്യമൊന്നും വളരെ നമുക്ക് അനുകൂലമല്ല. പ്രശ്നങ്ങൾ ഓരോ ദിവസവും സുവിശേഷ വേലയിൽ ഉണ്ട്. അപ്പോൾ തന്നെ പാൻഡമിക് സിറ്റുവേഷൻ ഡൽഹിയിൽ അല്പം കുറവാണ്. ഡൽഹി വഴി ഞാനെങ്കിലും പോകുന്നില്ല. പോയിട്ട് ഒരു 3-4 ആഴ്ചക്കുള്ളിൽ മടങ്ങി വരും. മിക്കവാറും പോകുമ്പോഴൊക്കെ പെട്ടെന്ന് തിരിച്ചു വരേണ്ട സാഹചര്യം ഉണ്ടായിട്ടുണ്ട്. ഈ പ്രാവശ്യം പോയ കാര്യം സാധിച്ചു വരുവാൻ കർത്താവ് ഇടയാക്കേണ്ടതിന് സഭയായിട്ട് പ്രാർത്ഥിക്കുന്നു. ഇങ്ങോട്ട് വന്നിട്ട് അപ്പം ഞങ്ങളെ ഒന്ന് പ്രാർത്ഥിച്ചു വിടണം. അപ്പോൾ ഇവിടെയുള്ള സുവിശേഷ ശുശ്രൂഷകന്മാർ, നിങ്ങളെ ദൈവം വിളിച്ച ശുശ്രൂഷകന്മാർ ബോധ്യമുണ്ടെങ്കിൽ മുമ്പോട്ടൊന്ന് വരണം. പാസ്റ്റർ ലിജി, ഞാൻ ഇവിടെ ഇരിക്കുമ്പോൾ അദ്ദേഹമായിരിക്കും ഈ സഭയുടെ ശുശ്രൂഷ എല്ലാ കാര്യങ്ങളും ചെയ്യുന്നത്. മറ്റ് ദൈവദാസന്മാർ ഇവിടെയുണ്ട്. പാസ്റ്റർ അലക്സ് ഉണ്ട്, ചന്ദ്രൻ ബ്രദറുണ്ട്, ജെയ്സൺ ബ്രദറുണ്ട്, പാസ്റ്റർ ജോസ് ലൂക്കോസ് ഉണ്ട്, പാപ്പച്ചായനുണ്ട്, സാങ്കുട്ടി പാസ്റ്ററുണ്ട്. എല്ലാവരും ഈ സഭയുടെ ശുശ്രൂഷകന്മാരായി നമ്മെ നയിക്കുന്നവരാണ്. പക്ഷേ കർത്താവ് ദാസനോട് കൂടി നിങ്ങൾ ചേർന്ന് സഹകരിക്കണമെന്ന് ദൈവനാമത്തിൽ ഓർപ്പിക്കുന്നു. ഞാൻ ഈ പറഞ്ഞ ശുശ്രൂഷകന്മാർ മുമ്പോട്ട് വരുമ്പോൾ കർത്താവദാസൻ എനിക്ക് വേണ്ടി ഞങ്ങൾക്ക് വേണ്ടി ഒന്ന് പ്രാർത്ഥിക്കും. മുമ്പോട്ട് വന്നാൽ അതാണ് കർത്താവദാസന്മാർ ശുശ്രൂഷകന്മാർ ആയിരിക്കുന്ന പ്രിയപ്പെട്ടവർ. നമുക്ക് പ്രാർത്ഥിക്കാം. ഒരു നിമിഷം കണ്ണുകളടച്ച് നമുക്ക് ഒരുമിച്ച് കർത്താവിൻ്റെ ദാസിയെയും അവരെ കർത്താവ് ഏൽപ്പിച്ചിരിക്കുന്ന ദൈവവേലയ്ക്ക് വേണ്ടി അവർ നോർത്ത് ഇന്ത്യയിലേക്ക് കടന്നു പോകുമ്പോൾ നമുക്ക് ഒരുമനപ്പെട്ട് പ്രാർത്ഥിക്കാം. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. പരിശുദ്ധനായ ദൈവമേ, ഒരിക്കൽ കൂടി ഞങ്ങൾ അങ്ങയുടെ സന്നിധിയിലേക്ക് കടന്നു വരുന്നു. അങ്ങയുടെ ദാസനും ദാസിയും അങ്ങയുടെ കൃപയിൽ ആശ്രയിച്ച് അടുത്ത ദിവസങ്ങളിൽ നോർത്ത് ഇന്ത്യയിലേക്ക് കടന്നു പോകുന്നുവല്ലോ. അങ്ങയുടെ സാന്നിധ്യം മുൻപായി കടന്നുപോയി എല്ലാ തടസ്സങ്ങളെയും മാറ്റം ചെയ്ത് തക്ക സമയത്ത് അവിടെ ഉദ്ദിഷ്ട സ്ഥലത്ത് കടന്നു ചെന്ന് അങ്ങയുടെ വേല, മഹത്വകരമായ വേല തികച്ച് തക്ക സമയത്ത് മടങ്ങി വരേണ്ടതിന് ഞങ്ങൾ ഇന്ന് രാവിലെ സഭയായ ഞങ്ങളുടെ ദാസനും ദാസിക്കും വേണ്ടി പ്രാർത്ഥിക്കുന്നു. പുരാതനായ ദൈവം ഞങ്ങളുടെ സങ്കേതം കീഴെ ശാശ്വത ഭുജങ്ങളുണ്ട്. നിന്റെ ഗമനത്തെയും ആഗമനത്തെയും ഇന്നു മുതലും എന്നേക്കും പരിപാലിക്കാമെന്നുള്ളത് ഞങ്ങളുടെ ബാധ്യതമാണ്. ഞങ്ങളുടെ ദാസനും ദാസിക്ക് മുമ്പായി ഞങ്ങളുടെ ദൂതനെ വിട്ട് സകലത്തെയും അനുകൂലമാക്കുന്നതിനായി ഞങ്ങൾ അങ്ങേക്ക് നന്ദി പറയുന്നു. കർത്താവേ, കടന്നു പോകാൻ ആവശ്യമായ എല്ലാ മുഖാന്തരങ്ങളും എല്ലാ കൃപകളും ശാരീരിക ബലവും സൗഖ്യവും കർത്താവ് പകർന്നു കൊടുത്താട്ട് അധികം അഭിഷേകത്തോടെ അനേകർ വിടുതൽ വേണ്ടി അവിടെ ഉപയോഗിക്കുമാറാകണമേ എന്ന് ഞങ്ങളോട് അപേക്ഷിക്കുന്നു. കർത്താവേ, അവിടെയുള്ള പ്രവർത്തനങ്ങളെ ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. ദൈവദാസന്മാരെ ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. ബൈബിൾ സ്കൂളിനെയും പ്രവർത്തനങ്ങളെ ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. സകല സാഹചര്യങ്ങളെയും കർത്താവ് അനുകൂലമാക്കുവാൻ പോകുന്നതിനായി സ്തോത്രം ചെയ്യുന്നു. ഗവൺമെന്റ് തലത്തിൽ ഉദ്ദേശിക്കുന്ന വിഷയങ്ങളൊക്കെ ചെയ്തെടുക്കുവാൻ തക്കവണ്ണം കർത്താവ് സാഹചര്യങ്ങളെ അനുകൂലമാക്കണമേ. അധികാരികളുടെ മനസ്സിൽ കർത്താവ് ഇടപെട്ടുകൊണ്ടിരിക്കുമാറാകണമേ. ആ പേപ്പറുകളൊക്കെ തക്ക സമയത്ത് പാസ്സായി കിട്ടുവാൻ കർത്താവ് ഇടയാക്കണമേ. കർത്താവിന്റെ പ്രവൃത്തി അവിടെ കണ്ട് സന്തോഷിച്ച് സമാധാനത്തോടെ മടങ്ങി വന്ന് ഞങ്ങളുടെ മധ്യത്തിൽ അങ്ങയുടെ പ്രവൃത്തിയെ പറ്റി സാക്ഷിപ്പാൻ ഞങ്ങളുടെ ദാസനെയും ദാസിയെയും ഇടയാക്കുന്നതിനായി നന്ദി പറയുന്നു. പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ സഭയായ ഞങ്ങളുടെ ദാസനെയും ദാസിയെയും അനുഗ്രഹിച്ച് ഞങ്ങൾ പറഞ്ഞു വിടുന്നു. ദൈവത്തിന്റെ വലിയ പ്രവൃത്തി കാണുന്നതിനായി സ്തോത്രം ചെയ്യുന്നു. കർത്താവിന്റെ കൃപ അധികമായി ഞങ്ങളുടെ ദാസന്റെ മേലും ദാസിന്റെ മേലും ഉണ്ടാകണമേ. അങ്ങയുടെ സഭയെ തിരുസന്നിധിയിൽ ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. അങ്ങ് തന്നെ, അങ്ങയുടെ സാന്നിധ്യം തന്നെ ഞങ്ങളെ നയിക്കുന്നതിനായി നന്ദി പറയുന്നു. കർത്താവ്, പ്രാർത്ഥന കേട്ടുകൊണ്ട് സ്തോത്രം. യേശുവിന്റെ പരിശുദ്ധ നാമത്തിൽ തന്നെ അനുഗ്രഹത്തോടെ ഇപ്പോൾ അയക്കാം. മനസ്സലിവുടെ ഓ മനസ്സലി രണ്ടുപേർക്കൂടെ പ്രാർത്ഥിക്കാം. നമുക്ക് ഈ ഭവനത്തോട് പ്രാർത്ഥിക്കാം. ഞങ്ങളുടെ ദൈവമേ, സ്വർഗീയ പിതാവേ, അങ്ങ് മുന്നമേ കണ്ടു. ജാതീയ ആരാധനയിൽ നിന്ന് അങ്ങയുടെ സ്നേഹത്തെ അറിയുവാൻ ഇടയാക്കി. ദൈവസഭയ്ക്ക് മുതൽക്കൂട്ടാക്കി നിർത്തി. സുവിശേഷ ആത്മാവിനെ കൊടുത്തു. ഇന്നയോളം നടത്തി. അനേക കാര്യങ്ങൾ നിന്റെ ദാസനും ദാസിയും ചെയ്യേണ്ടതുണ്ട്.
നിന്നാൽ നിയോഗിക്കപ്പെട്ട കുടുംബമാണ്. എതിരായി പ്രവർത്തിക്കുന്ന എല്ലാ ശാരീരിക ബന്ധങ്ങളും മാനസികമായ വിഷയങ്ങളും മേലും ഇന്ന് രാവിലെ, ഇന്ന് പകൽക്കാലം ഞങ്ങൾ ജയം കൽപ്പിച്ചു പ്രാർത്ഥിക്കുന്നു. നിരുനാമത്തിൽ ഈ കുടുംബത്തെ പ്രത്യേക ദാസനെയും ദാസിയെയും അനുഗ്രഹിച്ചു പ്രാർത്ഥിക്കുക. ഒരു അനുഗ്രഹ വിഷയമായി തീരട്ടെ. ദൈവരാജ്യത്തിന്റെ വ്യാപ്തിക്ക്, ദൈവനാമത്തിന്റെ മഹത്വത്തിന് വേണ്ടി അധികമായി പിന്നെയും മുന്നേറുവാൻ ആവശ്യമായി ദൈവകൃപയും ശക്തിയും കൊടുത്തു സഹായിക്കുമല്ലോ. ശരീരത്തെ ബലപ്പെടുത്തണമേ. ഹൃദയഭാരം കർത്താവ് അറിയുന്നു. അവിടുന്ന് എല്ലാം നന്നായി ചെയ്യും. പരാജയമല്ല, വിജയം തന്നെ. അങ്ങനെ സംഭവിക്കട്ടെ. കർത്താവേ, ഞങ്ങളെ പ്രാർത്ഥന കേട്ടിരിക്കുകയാൽ സ്തോത്രം. അങ്ങയുടെ നാമത്തിൽ ജനത്തെ അനുഗ്രഹിച്ചയക്കുന്നു. തിരുനാമി എല്ലാം കൊണ്ട് മഹത്വം എടുക്കുമല്ലോ. പിതാവായ ദൈവത്തിന്റെ സ്നേഹം, പുത്രനായ യേശുവിന്റെ കൃപ, ആശ്വസിപ്പിച്ച് പരിശുദ്ധ കൂട്ടായ്മയും കാവലും നാം എല്ലാവരും ഓർത്ത് പ്രാർത്ഥന വിഷയം കർത്താവിന്റെ വരവരെയും ഉണ്ടായിരിക്കുമാറാകട്ടെ. യേശു ക്രിസ്തു മുഖാന്തരം ഇന്ന് പകൽക്കാലം ചെയ്യുന്ന ദൈവത്തിന്റെ സ്തോത്രം. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ഇച്ചിരി സമയം കൂടിപ്പോയി. പെട്ടെന്ന് നിങ്ങൾ അടുത്ത ടീം നിപ്പുണ്ട് വെളിയിൽ. കർത്താവ് എല്ലാവരും അനുഗ്രഹിക്കുമാറാകട്ടെ.